ഇങ്ങനൊരു കാഴ്ചക്ക് സാക്ഷിയാകേണ്ടി വരുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചതല്ല. ഒരു മിനിറ്റ്. ഇവരോട് ഞാൻ എന്തുത്തരാ പറയാ? എപ്പോഴും വിറയല, കയ്യും കലക്കെ വിറയ, സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. ഇവിടെ കുറെ വീടുകളും ഇല്ല, ഇവങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വീടുകളായിരുന്നു, എല്ലാം പോയി. ഉരുളെടുത്ത മണ്ണിൽ ഉറ്റവരെ തിരയുകയാണ് വയനാട്. കണ്ണീർ വറ്റിയിട്ടില്ലെങ്കിലും കരളുറപ്പോടെ ജീവിതത്തെ കണ്ടെടുക്കാൻ പഠിക്കുകയാണ്. ദുരന്തബാധിതരെ കൂടി ചേർത്തുള്ള ജനകീയ തിരച്ചിൽ നാളെയും തുടരും. ഇന്ന് 3 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. DNA പരിശോധനാ ഫലങ്ങൾ എത്തിത്തുടങ്ങി. നാളെ മുതൽ പരസ്യപ്പെടുത്തി തുടങ്ങും. പുനരധിവാസത്തിന് 253 കെട്ടിടങ്ങൾ സജ്ജമായിട്ടുണ്ട്. സംസ്ഥാനമൊരുക്കുന്ന വിപുലമായ പുനരധിവാസ പദ്ധതിക്ക് കേന്ദ്ര പിന്തുണ കൂടിയെത്തിയാൽ നമ്മൾ വയനാടിനെ വീണ്ടെടുക്കും. വയനാടിന് വേണ്ടതെന്ത്? പുനരധിവാസം മാതൃകാപരമാകുമോ? പാഴാകാതെ പോകേണ്ടേ വാഗ്ദാനങ്ങൾ? വയനാടിനെ പഠിക്കണ്ടേ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈമിൽ വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM-ൽ നിന്ന്, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് BJP-യിൽ നിന്ന്, ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസിൽ നിന്ന്, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ നമ്മളോടൊപ്പം ചേരും. സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, 10-12 ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ജനകീയമായ തിരച്ചിൽ തുടരുകയാണ്. വയനാട് ഒരു ദുരന്തത്തിൽ നിന്ന് കരകയറി തുടങ്ങുകയാണ് മാനസികമായെങ്കിലും. സാധാരണഗതിയിൽ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചെയ്തത് അവിടെ ദുരിതത്തെ അഭിമുഖീകരിച്ച മനുഷ്യർ, അവരുടെ അനുഭവങ്ങൾ, എന്താണ് അവിടുത്തെ ജീവിത യാഥാർത്ഥ്യം എന്നത് പരമാവധി പ്രേക്ഷകരിലേക്ക് എത്തിച്ച് വയനാടിന്റെ കൈത്താങ്ങാകേണ്ട മനുഷ്യരെ അതിനുവേണ്ടി ആഹ്വാനം ചെയ്ത് അവർക്ക് എന്താണ് ഏറ്റവും പ്രാഥമികമായി വേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒക്കെയാണ് മുന്നോട്ട് പോയത്. നമ്മുടെ റിപ്പോർട്ടർമാരിലൊക്കെയാണ് നമ്മൾ കൂടുതൽ ദിവസവും നിന്നത്. ഹരീഷ്, നമ്മൾ ഈ പറയുന്ന പല വിവാദങ്ങൾ ഇടയ്ക്കുണ്ടായിട്ടുണ്ട് എങ്കിലും പരമാവധി വിവാദങ്ങളില്ലാതെ ഏറ്റവും കാര്യക്ഷമമായ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് വിചാരിക്കുകയും ചെയ്തിരുന്നത്. ഇതിപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ 2 പിന്നിടുകയാണ് അല്ലേ? രക്ഷാപ്രവർത്തനം, തെരച്ചിൽ, ഇത് 2ഉം പിന്നിടുകയാണ്. ഇനി നമ്മൾക്ക് വളരെ കാര്യക്ഷമമായ ചർച്ചകൾ വേണ്ടതുണ്ട്. ഒരു പുനരധിവാസ പാക്കേജിനെ പറ്റി ഉള്ള ചർച്ചകൾ സജീവമാകുന്ന സമയത്ത്, ഇത്തരം പ്രകൃതി ദുരന്തങ്ങളുടെ സമയത്തും ഒക്കെ നമ്മൾ വളരെ കാര്യക്ഷമമായി ചർച്ച ചെയ്തിട്ടുള്ളവരൊക്കെയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ വയനാടിന് എന്താണ് ഏറ്റവും പ്രാഥമികമായി വേണ്ടത് എന്നാണ് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ വിചാരിക്കുന്നത്? ഏറ്റവും പ്രധാനമായിട്ട് ഇനി നമ്മൾ ആലോചിക്കേണ്ടത് രാജ്യത്ത് നടന്ന മണ്ണിടിച്ചിൽ ദുരന്തങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് 3ാമത്തെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ. ആ 3ാമത്തെ ദുരന്തം, അത്രയും വലിയ ദുരന്തം, അതിൻ്റെ ആഘാതം തീർച്ചയായിട്ടും ഒരു സംസ്ഥാനവും ഇതുവരെ കണ്ടിട്ടില്ലാത്തതോ അല്ലെങ്കിൽ രാജ്യം മുമ്പ് കണ്ടിട്ടില്ലാത്തതോ ആയതുകൊണ്ട് അതിനർഹമായിട്ടുള്ള പരിഗണന എല്ലാ തലത്തിലും ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് ഈ രാജ്യത്ത് നാളെ മറ്റേതെങ്കിലുമൊക്കെ വിഷയങ്ങളിലേക്ക് ഈ രാജ്യം മാറിപ്പോകാം. ഒളിമ്പിക്സ് വന്നപ്പോൾ അത്തരം ചർച്ചകളിലേക്ക് രാജ്യ തലസ്ഥാനമൊക്കെ മാറിപ്പോകുന്ന സ്ഥിതി ഉണ്ടായി. പക്ഷേ ഈ ദുരന്തത്തിന് രാജ്യത്ത് അർഹമായ പരിഗണനയോടുകൂടിയുള്ള ഒരു പരിഹാര നിർദ്ദേശങ്ങൾ പല വകുപ്പുകളുടെയും ഭാഗത്ത് ഉണ്ടാവണം. അത് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഒരു പാക്കേജ് ഒരു നിർദ്ദേശം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് പരിഗണന കൃത്യമായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ തൊട്ടടുത്ത മേഖലയിലേക്ക് കടക്കുമ്പോൾ, അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കതൊരു അതുകൊണ്ട് പ്രാധാന്യം വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തേത്, നമുക്ക് സംസാരിക്കാനോ ചിന്തിക്കാനോ സമയമില്ലാത്ത വിധം റെഡ് അലർട്ടുകൾ വീണ്ടും വരികയാണ്. 2018-ലും 2019-ലും ഓഗസ്റ്റ് 15 മുതലാണ് കേരളം മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധം 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന മഴ കണ്ടത്. എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് കേരളത്തിന്റെ പശ്ചിമഘട്ടത്തിന്റെ ഈ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ഓഗസ്റ്റ് പകുതിയോടുകൂടിയാണ് നമുക്ക് കൂടുതൽ മഴ വരുന്നത്. അപ്പോൾ നാളെ ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുമ്പോഴും അതിനിടയിൽ വീണ്ടും റെഡ് അലർട്ടുകൾ വരികയാണെങ്കിൽ എങ്ങനെയാണ് ആളുകളെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത്, ആളുകൾ എങ്ങനെയാണ് ഈ ദുരന്തത്തെ അതിജീവിക്കുന്ന മനുഷ്യർ എങ്ങനെയാണ് വരാനിരിക്കുന്ന മഴയെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. കാരണം അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ അത് ബാധിക്കാൻ പാടില്ല. ഒപ്പം അവിടുത്തെ മുഴുവൻ മനുഷ്യർക്കും, ഇതിലകപ്പെട്ടവർക്കും
നേരിട്ട് അകപ്പെടാത്ത ആളുകൾക്കും ഇതിനകത്ത് ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. കാരണം ആ എക്കണോമി തകർന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ അനുരണനങ്ങൾ പലപ്പോഴും പല ഭാഗത്തുമായിട്ട് കാണാൻ പറ്റും. ആ മനുഷ്യർക്ക് ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ നമ്മൾ ചാനലുകളിലും ഒക്കെ കണ്ടതുപോലെ അവർക്ക് അവരുടെ ഡിഗ്നിറ്റിയെ ബാധിക്കാത്ത തരത്തിലുള്ള ഒരു അടിയന്തര സഹായം, അവർക്ക് 100 രൂപയോ 200 രൂപയോ മറ്റൊരാളോട് ചോദിച്ചു വാങ്ങി ദൈനംദിന പ്രവർത്തികൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അടിയന്തര സഹായം അവിടെ അത്യാവശ്യമുണ്ട്. അതോടൊപ്പം സേഫ് ആയിട്ടുള്ള പ്രദേശങ്ങൾ കണ്ടുപിടിച്ച് മാറ്റിപ്പാർപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള അടുത്ത 3 മാസത്തേക്കുള്ള മറ്റ് പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്. ഓക്കെ, ഒറ്റ കാര്യം കൂടി ശ്രീ ഹരീഷ് വാസ്തവൻ, അതായത് ഈ വിലങ്ങാട് കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലുണ്ടായി, 4 ഉരുൾപൊട്ടലുണ്ടായി, വലിയ ദുരിതവും ദുരന്തവും അവിടെയും ഉണ്ടായി. പക്ഷെ വയനാട് സമാനതകളില്ലാത്ത ഒരു ദുരന്തം ഉണ്ടായതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായതുകൊണ്ട് അവിടേക്കാണ് നമ്മളുടെ ശ്രദ്ധ അത്രയും കേന്ദ്രീകരിച്ചത്. അങ്ങ് പറഞ്ഞതുപോലെ കടുത്ത മഴ വരാൻ പോകുന്നൊരു സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ പഠനങ്ങൾ വലിയ തോതിൽ വേണ്ടതുണ്ട്, അതിനുള്ള സമയം പക്ഷെ നമ്മുടെ മുന്നിലില്ല എന്നത് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ മുന്നറിയിപ്പുള്ള മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട ഇടങ്ങളിൽ ഏറ്റവും അടിയന്തരമായ ഇടപെടൽ വേണ്ടതുണ്ട് എന്ന് ഈ സമയത്തെങ്കിലും നമ്മുടെ അധികൃതർ സംവിധാനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ 2023 സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു തീരുമാനമെടുത്തത് കേരളത്തിലെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റാഫിനും ദുരന്ത നിവാരണം സംബന്ധിച്ചുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ പോലെ തന്നെ അതിനു മുമ്പ് വാണിംഗ് ഉണ്ടാകുമ്പോൾ ആളുകളെ എങ്ങനെയാണ് മാറ്റേണ്ടത്, എങ്ങനെയാണ് ഈ വാണിംഗ് സിസ്റ്റത്തെ കാണേണ്ടത് തുടങ്ങിയ പരിശീലനങ്ങൾ നടത്തണമെന്ന്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അത്തരം എത്ര പരിശീലനം നടന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. അതുപോലെ നമുക്ക് എല്ലാ തഹസിൽദാർമാരാണ് പ്രാദേശികമായിട്ട് റവന്യൂ വകുപ്പിനെ ഏകോപിപ്പിച്ച് പ്രവർത്തനം നടക്കുന്നത്. അവർക്ക് സാറ്റലൈറ്റ് ഫോൺ കൊടുക്കണം എന്നൊരു നിർദ്ദേശം 2023 കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ദുരന്ത നിവാരണ അതോറിറ്റി സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ പ്രാദേശികമായിട്ട്, അതുപോലെ റെഡ് അലർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധം വളരെ ലഘുവായിട്ടുള്ള ആ പ്രദേശങ്ങളിലുള്ള ആളുകൾ എങ്ങോട്ടാണ് മാറി താമസിക്കേണ്ടത്. നമുക്കറിയാം, മാറി താമസിക്കാനൊക്കെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. സാധാരണഗതിയിൽ വീട്ടിൽ നിന്നെല്ലാം വിട്ടെറിഞ്ഞ് ഒരു 1-2 ദിവസം രാത്രി മാറി താമസിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ദുഷ്കരമാണ്. പക്ഷേ ഇങ്ങനൊരു ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എങ്ങോട്ടാണ് മാറേണ്ടത്, സേഫ് ആയിട്ടുള്ള പ്രദേശം ഏതാണ്, എവിടെ ഉരുൾപൊട്ടിയാൽ എങ്ങോട്ടാണ് മാറി താമസിക്കേണ്ടത് എന്ന പ്രായോഗികമായ ജ്ഞാനം. കാരണം റെഡും ഓറഞ്ചും ഒക്കെ നമ്മളെല്ലാം മാധ്യമങ്ങളിലൂടെ കാണാറും കേൾക്കാറും നമുക്കൊക്കെ മെസ്സേജ് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് മാറി താമസിക്കേണ്ടത്, എവിടെയാണ് സേഫ് എന്നുള്ളത് ഈ അടുത്ത ഒരു 3-4 മാസക്കാലത്തേക്കെങ്കിലും വരാനിരിക്കുന്ന അതിവർഷത്തിൽ നിന്ന് നമ്മളെ, വയനാട് മാത്രമല്ല എല്ലാ ചെരിഞ്ഞ പ്രദേശവും, കേരളം എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്ന് അറബിക്കടലിലേക്ക് ചെരിച്ചു വെച്ചൊരു പലകയിൽ കുറച്ച് മണ്ണ് വെച്ചതുപോലെയാണ്. ചെരിച്ചു വെച്ചൊരു പലകയിൽ കുറച്ച് മണ്ണെടുത്ത് വെച്ചതുപോലെ ഏത് മഴക്കാലം വരുമ്പോഴും ഇത് ഒലിച്ച് താവോട്ട് പോകാൻ കഴിയുന്നത്ര ചെരിവുള്ളൊരു പ്രദേശത്ത് നമ്മുടെ പശ്ചിമഘട്ട മേഖലയിലെല്ലാം റെഡ് അലർട്ട് വന്നാൽ എന്ത് ചെയ്യണം, ഓറഞ്ച് അലർട്ട് വന്നാൽ എന്ത് ചെയ്യണം, യെല്ലോ അലർട്ട് വന്നാൽ എന്ത് ചെയ്യണം, നമ്മുടെ തൊട്ടടുത്തുള്ള പരിസരങ്ങളിൽ ഏത് പ്രദേശമാണ് ഉയർന്നത്. നമ്മൾ 2018 ശേഷം മാത് ഓർക്കുന്നുണ്ടാവും, നമ്മൾ തന്നെ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. 2016 ദുരന്ത നിവാരണ പ്ലാനിൽ നമ്മുടെ പരിസരങ്ങളിലൊക്കെ മുങ്ങാൻ പോകുന്ന സ്കൂളുകൾ ഏത്, മുങ്ങാൻ പോകുന്ന ആശുപത്രികൾ ഏത്, താഴെയുള്ള റോഡുകൾ ഏത്, മുകളിലേക്കുള്ള പ്രദേശങ്ങൾ ഏത്, സേഫ് ആയിട്ടുള്ള പ്രദേശങ്ങൾ, ഇത് കൃത്യമായിട്ട് ആളുകൾക്ക് പ്രാദേശികമായി വരുന്ന 1-2 ആഴ്ച പഞ്ചായത്ത് മെമ്പർമാരുടെയും അവിടുത്തെ പ്രദേശവാസികൾ, ഇപ്പോൾ നല്ലൊരു കൂട്ടായ്മയുണ്ട്, ആ കൂട്ടായ്മയുടെ സാന്നിധ്യത്തിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഓരോരുത്തരിലേക്കും, ഇപ്പോൾ എല്ലാവർക്കും ഒന്നും മൊബൈൽ ഫോൺ ഉണ്ടാവില്ല, അപ്പോൾ ഏറ്റവും താഴെ തട്ടിലേക്ക് ഈ ഡിസിമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കൃത്യമായി എത്തിച്ച് അവരെ അതിന് പ്രാപ്തമാക്കുകയാണ് നമ്മൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്. കാരണം ഈ ഒരു മണ്ണിടിച്ചിലും കൂടി നമ്മൾ താങ്ങുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഞാൻ വരാം. മറ്റതിലേക്ക് വരുന്നതിന് മുമ്പ് കമലിലേക്ക് ഒരിക്കൽ പോവുകയാണ്. ഞങ്ങളുടെ വയനാട് ബ്യൂറോ റിപ്പോർട്ടർ കമൽ നമ്മളോടൊപ്പം ചേർന്നുണ്ട്. കമൽ, ഇന്ന് ജനകീയ തിരച്ചിൽ തുടർന്നു, നാളെയും തുടരും എന്നാണ് അറിയുന്നത്. ഇന്ന് 3 മൃതദേഹങ്ങൾ നമ്മൾ കണ്ടെടുത്തു. അതായത് ഇപ്പോഴും ഈ വനമേഖലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. സൈന്യം അവരുടെ ദൗത്യം പൂർത്തിയാക്കി പോയി. അതിനുശേഷം ജനകീയമായ തിരച്ചിൽ നടത്തുമ്പോഴും ഇപ്പോഴും നമുക്ക് ശരീരങ്ങളോ ശരീരാവശിഷ്ടങ്ങളോ വീണ്ടെടുക്കാൻ കഴിയുന്നുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നൊരു വിവരം, എയർലിഫ്റ്റ് ചെയ്യണമെന്ന ആവശ്യം അധികൃതർ അംഗീകരിച്ചില്ല. അതുകൊണ്ട് ദുർഘടമായ പാതയിലൂടെ രക്ഷാപ്രവർത്തകർക്ക് തെരച്ചിലിന് പോയ ആളുകൾക്ക് മൃതദേഹവുമായി തിരികെ വരേണ്ടി വന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ്. അതായത് വയനാട്ടിലെ തെരച്ചിൽ സംബന്ധിച്ച് എന്താണ് അവിടെ നിന്ന് പറയാൻ കഴിയുന്ന വിവരങ്ങൾ? അതിൽ ഇനിയൊരു ഏകോപിത സ്വഭാവം ഉണ്ടാകില്ലേ?
മാധു, ഇത് വളരെ ദുർഘടമായ ഒരു മേഖലയാണ്. ഇന്ന് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് ഈ വയനാട് മലപ്പുറം അതിർത്തിയിലെ ചെങ്കുത്തായ മലനിരകൾ, വെള്ളച്ചാട്ടങ്ങൾ, അവിടെ വനമാണ്. വളരെ ദുർഘടമായ ഒരു ഭൂപ്രദേശമാണ്. അവിടെ നിന്നാണ് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അല്ലാതെ നമ്മുടെ ഈ ജനകീയ തെരച്ചിൽ ഏറ്റവും സജീവമായി നടന്ന ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ നിന്നൊന്നും ഇന്ന് ശരീരാവശിഷ്ടങ്ങൾ പോലും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടത്തേക്ക് ഭൂപ്രകൃതി മാറിയിരിക്കുന്നു. ആ ദിവസങ്ങളിൽ ഇടയ്ക്ക് 2-3 ദിവസം കനത്ത വെയിലായിരുന്നു. ചെളിയൊക്കെ നല്ല രീതിയിൽ ഉറച്ചിരിക്കുന്നു. ഇനി മണ്ണിനടിയിലേക്കൊന്നും കൂടുതൽ തെരച്ചിൽ നടത്താൻ കഴിയുന്നൊരു സാഹചര്യം അല്ല അവിടെയുള്ളത്. മാത്രമല്ല, ഇത്രയും ദിവസമായി ഇനി ലഭിക്കുകയാണെങ്കിൽ തന്നെ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഏത് രീതിയിൽ ലഭിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അത് DNA പരിശോധനയിലൂടെയൊക്കെ മാത്രമേ ആരുടേതെന്നൊക്കെ കണ്ടെത്താനാവുകയുള്ളൂ. ഇപ്പോഴും ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നത് ഈ താഴെ ഭാഗത്ത് നിന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ദുർഘടമായ പ്രദേശത്ത് നിന്നാണ്. ഇന്ന് ആ രക്ഷാപ്രവർത്തനത്തിന് പോയ ആളുകൾക്ക് പരാതിയുണ്ട് എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സൈന്യം പോയതിന് ശേഷം ഇവിടെ ആ ഹെലികോപ്റ്ററൊക്കെ അത്ര പെട്ടെന്ന് എത്താൻ പറ്റുന്ന സാഹചര്യത്തിൽ നിലവിലുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും ഈ നൗഫലിൻ്റെ നേതൃത്വത്തിൽ റിപ്പണിൽ നിന്നുള്ള ഒരു സംഘമാണ് ആ ഭാഗത്ത് രക്ഷാപ്രവർത്തനത്തിന് പോയത്. അവിടുത്തെ നാട്ടുകാരാണ്. അവർക്കാണ് ഈ 3 ശരീരാവശിഷ്ടങ്ങൾ അവിടെ നിന്ന് തെരച്ചിലിൽ ലഭിച്ചത്. അവർ തിരിച്ച് ഈ മല കയറി, വലിയ കൊക്കയാണ് വയനാട്ടിൽ നിന്ന് താഴേക്കുള്ള കൊക്കയുടെ താഴെയാണ് ഈ പറയുന്ന പരപ്പൻപാറ കോളനി എന്ന് പറയുന്ന പ്രദേശമൊക്കെ. അവിടെ നിന്ന് അവർക്ക് തിരിച്ചു കയറി വരേണ്ടി വന്നു. അതിൽ അവർ പരാതിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് വൈകിട്ട് മന്ത്രി പറഞ്ഞത് നാളെ ആ മേഖലയിൽ, അതായത് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെ മുതൽ ചാലിയാറിൻ്റെ ബാക്കി ഭാഗങ്ങൾ, നേരത്തെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത പോത്തുകല്ല്, മുണ്ടേരി ഫാം, അത് കഴിഞ്ഞ ഈ പരപ്പൻപാറ കോളനിയുടെ പ്രദേശം തൊട്ട് ആ പ്രദേശങ്ങളിൽ നാളെ സജീവമായി ഒരു ജനകീയ തെരച്ചിലുണ്ടാകും. അവിടെ നിന്ന് വീണ്ടെടുക്കാൻ കഴിയുന്നതൊക്കെ വീണ്ടെടുക്കാം എന്നുള്ളതാണ് ഇന്ന് അധികൃതർ അറിയിച്ചിരിക്കുന്നത്, മന്ത്രിയൊക്കെ അറിയിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഈ മുണ്ടക്കൈ ചൂരൽമല മേഖലയിലുള്ള തെരച്ചിൽ ഇനി എത്ര ദിവസം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇനി കണ്ടെത്താൻ കഴിയുമോ എന്ന കാര്യത്തിലൊക്കെ. നേരത്തെ നമ്മൾ പുത്തുമലയിൽ ഇത്തരത്തിൽ 5 പേരെ കൂടി കിട്ടാനുണ്ടായിരുന്നു. ആ സമയത്ത് അവരുടെ കുടുംബാംഗങ്ങളെ വിളിച്ച് അവരെ ബോധ്യപ്പെടുത്തിയൊക്കെയാണ് തെരച്ചിൽ അവസാനിപ്പിച്ചത്. പക്ഷേ ഇവിടെ 130 പേർ ഔദ്യോഗിക കണക്കിൽ തന്നെയുണ്ട്. അതിന് പുറമേ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ബന്ധുക്കളുടെ സമ്മതത്തോടെ നമുക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. അതിന് ഇനിയും ഒരുപക്ഷെ സമയം എടുക്കുമായിരിക്കും അവരെ ബോധ്യപ്പെടുത്താൻ. പക്ഷേ ഈ പ്രദേശങ്ങളിലെ തെരച്ചിൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എന്ന് നമുക്ക് പറയേണ്ടി വരും. ശരി, അഡ്വക്കേറ്റ് കെ സരൺകുമാറിലേക്ക് നമുക്ക് ഓർമ്മയുണ്ട്. അതായത് ഈ പുത്തുമലയിലും പെട്ടിമുടിയിലും ഒക്കെ ഔദ്യോഗികമായ തിരച്ചിലൊക്കെ പൂർത്തിയായതിനു ശേഷവും അവനവൻ്റെ മണ്ണിൽ പോയി നിന്ന് പ്രിയപ്പെട്ടവരെ കിട്ടുമോ എന്ന് കൈകൾ കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചോ മാസങ്ങളോളം തിരഞ്ഞ മനുഷ്യരുടെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മനസ്സാണല്ലേ മനുഷ്യൻ്റെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ കൂടിയുള്ള മനുഷ്യരാണ്. അവിടെ തിരച്ചിൽ അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. 130 മനുഷ്യരുടെ കണക്ക് നമുക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന ഒന്നും അല്ല. മാത്രമല്ല, അങ്കോളയിൽ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ അത് പുനരാരംഭിക്കണമെന്നുള്ള ആവശ്യപ്പെടുകയാണ്. ഒരു ജീവന് നമ്മൾ കൊടുക്കുന്ന വില അതാണ്. 130 മനുഷ്യരെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. തിരച്ചിൽ നിർത്തുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ജനകീയ തിരച്ചിൽ എത്ര ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതൊക്കെ അറിയില്ല. ഇപ്പോഴും ഈ മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം കൂടി ദുർഘടമായ ഭൂപ്രദേശത്ത് നിന്നുണ്ട് എന്നത് യാഥാർത്ഥ്യവുമാണ്. അരുൺകുമാറിന് കേൾക്കാമോ? പ്രശ്നമുണ്ട്, ഞാൻ വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, രക്ഷാപ്രവർത്തനവും തിരച്ചിലും തുടക്കത്തിൽ പറഞ്ഞതുപോലെ 2 ഘട്ടങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി വേണ്ടത് പുനരധിവാസം എന്നുള്ളതാണ്. വയനാടിൻ്റെ സവിശേഷമായ സാഹചര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പാക്കേജിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അതിൽ സമാഹരിക്കും, അത് കേന്ദ്രീകരിക്കും, അത് എല്ലാ അഭിപ്രായങ്ങളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിപുലമായ പദ്ധതി. വീടുകൾ എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് പുനരധിവാസം എന്ന വിപുലമായ മാതൃകാപരമായ ഒരു പ്രക്രിയ ആയിരിക്കും നടക്കുക എന്നുള്ളതാണ് മന്ത്രിമാരെല്ലാവരും ഉറപ്പ് നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങൾ എന്താണതിൽ? അല്ല, മന്ത്രിമാർക്ക് മാത്രം, ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷവും ഈ വിഷയത്തിൽ കേരളം ഇന്ത്യ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെയാണ് ഈ പ്രതിസന്ധിയെ നമ്മൾ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴും എത്ര പേർ കൃത്യമായി മരണപ്പെട്ടിട്ടുണ്ടെന്നോ എത്ര ബോഡി ഇനി കിട്ടാനുണ്ടെന്നോ അതിനെ സംബന്ധിച്ച് പോലും നമുക്ക് വ്യക്തതയില്ലാത്ത രീതിയിലുള്ള ഭയാനകമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും നമ്മൾ പിന്നെ ഷെഡ്യൂളിലെ സംഭവം കഴിഞ്ഞു, അതിൽ ചർച്ചകൾ നടക്കുമ്പോഴാണ് ഇതിലേക്ക് മാറിയത്. കുറേ ദിവസം ചർച്ച ചെയ്യും, അത് കഴിയുമ്പോൾ നമ്മൾ പുത്തുമല മറന്നതുപോലെ അല്ലെങ്കിൽ കവളപ്പാറ മറന്നതുപോലെ ഇത് മറക്കുന്നതാണ് സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അവിടെയൊക്കെ അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരുപാട് പരാതികൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഭയാനകമായ ഈ ദുരന്തമുണ്ടായതിനു ശേഷം ഇതിനെ സംബന്ധിച്ച് പുനരധിവാസത്തെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഇപ്പോഴും ജനകീയമായ തെരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പരമാവധി ബോഡികൾ കണ്ടെത്തിയവ തിരിച്ചറിയാനുള്ളത് ഇനിയുണ്ട്.
ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോഴും അതോടൊപ്പം തന്നെ വിവരശേഖരണം, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കണ്ടെത്തിയവരെ സംബന്ധിച്ച്, കണ്ടെത്താനുള്ളവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മൊത്തം എത്ര പേരാണ് നഷ്ടപ്പെട്ടുള്ളതിനെ സംബന്ധിച്ച്, അവർക്ക് എന്തെല്ലാം നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള വിവരശേഖരണമാണ് ഏറ്റവും പരമപ്രധാനമായി ആദ്യമായി നടക്കേണ്ടത്. ഈ നമ്മുടെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻസ് അഥവാ ഈ തെരച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് സമാന്തരമായി നടക്കുന്നുമുണ്ട്, അതിന് തർക്കമില്ല. സർക്കാർ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിവരശേഖരണം നടക്കുന്നുണ്ട്. ഇനി തൊട്ടടുത്തതായി നടക്കേണ്ടത് സ്വാഭാവികമായും പുനരധിവാസമാണ്. താൽക്കാലികമായ പുനരധിവാസം ഉണ്ടാകേണ്ടതുണ്ട്. കാരണം സ്കൂളുകളിൽ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഷെൽട്ടറുകൾ ഒരുക്കിയിട്ടുള്ളത്. അവിടെ നിന്ന് മാറി താൽക്കാലിക, അതായത് അവർക്ക് പെർമനൻ്റായിട്ടൊരു സംവിധാനം ഉണ്ടാകുന്നത് വരെ, അല്ലെങ്കിൽ നമ്മളൊരു ടൗൺഷിപ്പിനെ കുറിച്ച് ഉൾപ്പെടെ ആലോചിക്കുന്നു എന്ന് ഔദ്യോഗിക നേതൃത്വം പറയുന്നുണ്ട്, സർക്കാർ പറയുന്നുണ്ട്. അതൊക്കെ നടപ്പിലാകുന്നത് വരെ സ്വാഭാവികമായിട്ടും നമുക്കൊരു താൽക്കാലിക ഷെൽട്ടർ ഉണ്ടാക്കേണ്ടതുണ്ട്. അവർക്ക് പുനരധിവാസം നടത്തേണ്ടതുണ്ട്, പെർമനൻ്റ് പുനരധിവാസം ഉണ്ടാകേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, ഇവിടെ പ്രധാനമന്ത്രിക്ക് കൃത്യമായ കണക്കുകൾ വെച്ചുകൊണ്ട്, ഡേറ്റകൾ വെച്ചുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്ഥിതിവിവര കണക്കുകളെ കൊടുക്കാമെന്ന് സംബന്ധിച്ചിട്ടുണ്ട്. 10 ദിവസത്തിനുള്ളിൽ കൊടുക്കുമെന്നാണ് സർക്കാർ ഇന്നിപ്പം ഔദ്യോഗികമായി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇവിടെ നമ്മൾക്ക് പ്രാഥമികമായി ലഭിച്ചിട്ടുള്ള കണക്കുകൾ അനുസരിച്ച് അവിടെ ഏകദേശം 3 വാർഡുകളിലെ 1200ഓളം വീടുകൾ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കച്ചവട സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 348ഓളം സ്ഥാപനങ്ങൾ, പ്രാഥമിക കണക്കുകളാണ് സർക്കാരിന്, പ്രാഥമിക 348ഓളം മറ്റു കെട്ടിടങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 3700 ഏക്കറിലെ കൃഷി നാശം സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 12,852ഓളം കർഷകർക്ക് അവരുടെ ജീവനോപാധി കാർഷിക വിളകൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ച് വിവരശേഖരണം നടന്നു വരുന്നു. ഏകദേശം 2000 കോടി രൂപ പുനരധിവാസത്തിന് മാത്രം വേണ്ടി വരുമെന്നാണ് റവന്യൂ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. 1200 കോടി രൂപയോളം അവരുടെ മറ്റ് ജീവനോപാധി നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട വീണ്ടെടുക്കലുമായി ബന്ധപ്പെട്ട് ഒക്കെ വേണ്ടിവരും എന്ന് പറയുന്നു. അപ്പോൾ റവന്യൂ മന്ത്രിയുടെ വാക്കുകൾ പ്രാഥമികമായി പറഞ്ഞിട്ടുള്ള കണക്കുകളനുസരിച്ചാണെങ്കിലും 3200 കോടിയോളം രൂപയുടെ ഒരു പാക്കേജാണ് അവിടെ ഉണ്ടാകേണ്ടത്. ആ പാക്കേജ് എന്ന് പറയുമ്പോൾ പുനരധിവാസവും ഒപ്പം അവരുടെ ജീവനോപാധി നഷ്ടപ്പെട്ടത് തിരിച്ചു നൽകലും ഉൾപ്പെടെ. അപ്പോൾ അവിടെ സ്വാഭാവികമായും ഇത്തരത്തിൽ ഭൂമി നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ച്, വീട് നഷ്ടപ്പെട്ടവരെ നോക്കൂ, അവിടെ പലരും അവരുടെ ഉടുവസ്ത്രമല്ലാതെ ബാക്കി മുഴുവൻ നഷ്ടപ്പെട്ടിട്ടാണ് പലരും ആ ക്യാമ്പുകളിലേക്ക് വന്നിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. നമ്മുടെ കൈവശം ഒരു പൈസയില്ല, നമുക്ക് ഉടുതുണിക്ക് മറുതുണിയില്ല, ഭക്ഷണം കഴിക്കാൻ സംവിധാനമില്ല, പുറത്തിറങ്ങി ഒരു ചായ കുടിക്കാൻ കഴിയില്ല. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട്, അത് സമ്പന്നനാകട്ടെ പാമരനാകട്ടെ, എല്ലാം നഷ്ടപ്പെട്ടിട്ട് ക്യാമ്പുകളിലേക്ക് പോയിട്ടുള്ള ഒരു ചിത്രം. അവിടെ നിന്നാണ് അവരെ നമ്മളിനി കൈപിടിച്ച് അവരുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക്, അവർക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അക്കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കുന്ന കൂടിയാലോചനകൾ ഉണ്ടാകുമെന്ന് പറയുന്നു. പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാവരും ഇതിനകത്ത് ഒരു അവസരവുമില്ലാതെ ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കാത്തിരിക്കുകയാണ്. സ്വാഭാവികമായും സമയബന്ധിതമായി ഈ പദ്ധതികൾ നടപ്പിലാക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സഹോദരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സംഭവം എന്ന നിലയിൽ, ഒരു അത്യാഹിതം എന്ന നിലയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം എല്ലാവരും ചെയ്തു കഴിഞ്ഞു. നമ്മുടെ കേരളീയരുടെ മനസ്സ് അങ്ങനെ തന്നെയാണ്, മുൻകാലങ്ങളിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുനരധിവാസം, അതുപോലെ അവരുടെ ജീവനോപാധി നഷ്ടപ്പെട്ടു പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും തുടക്കം എന്ന നിലയിൽ ഇത്രയും കാര്യങ്ങളെ സംബന്ധിച്ച് സർക്കാർ അടിയന്തരമായി ഇടപെടും എന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. വേണ്ടത്ര കൂടിയാലോചനകൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ വാക്കുകളെ വിശ്വസിക്കുക തന്നെയാണ് വേണ്ടത്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി സർക്കാരിനോടൊപ്പം ഇക്കാര്യത്തിൽ നിൽക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരും സഹായിക്കാമെന്ന് പറയുന്നത് എല്ലാവരും രാഷ്ട്രീയത്തിന് അതീതമായി, മറ്റ് ചിന്തകൾക്കെല്ലാം അതീതമായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കേരളീയരെ സംബന്ധിച്ചുള്ളത്. അതെന്നും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പോകുന്നത്. അത് സമയബന്ധിതമായി നടപ്പിലാക്കുക കൂടി വേണം. അതിൻ്റെ ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയേണ്ടതുണ്ട്, കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശരി, അടുക്കൽ കേസെടുക്കാം. ഇപ്പോൾ ഏറ്റവും അടിയന്തരമായി എന്നുള്ളതാണ് എല്ലാവരും മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം. 10 ദിവസത്തിനുള്ളിൽ മെമ്മോറാണ്ടം സമർപ്പിക്കുന്നു. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വരാനെടുക്കുന്ന ഒരു കാലപരിധിയാണ് നമ്മുടെ മുന്നിലുള്ളത്. അടിയന്തര സഹായം എന്ന നിലയ്ക്ക് ഈ ക്യാമ്പുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പണം നൽകുക എന്ന് പറയുന്നതിനെ പറ്റി, അതിൻ്റെ ആവശ്യകതയെ പറ്റി അവിടെയുള്ള ലോക്കലായിട്ടുള്ള പൊതുപ്രവർത്തകർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പല ആവശ്യങ്ങൾക്ക് പുറത്തു പോയി, ഇപ്പോൾ ക്യാമ്പിലെല്ലാം ഉണ്ട് എന്നിരുന്നാൽ പോലും പുറത്തുനിന്നൊരു ചായ കുടിക്കാൻ തോന്നിയാൽ അതിന് 5 രൂപ കയ്യിലെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുള്ള മനുഷ്യർ, അതവർക്ക് ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അടിയന്തര സഹായം നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ ഒരു മനസ്സ് വെക്കേണ്ടതുണ്ട് എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സാങ്കേതിക കാര്യങ്ങൾ ഒരു വഴിക്ക് പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ
നമുക്ക് പലതരത്തിലുള്ള ചർച്ചകൾ വേണ്ടതുണ്ട്. വിദഗ്ധരടങ്ങുന്നവർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളടങ്ങുന്നവർ, അവിടുത്തെ പൊതുപ്രവർത്തകരടങ്ങുന്നവർ, ഇരകളായിട്ടുള്ളവർ, അവരെ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു സമിതി രൂപീകരണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ പറയുന്നുണ്ടായിരുന്നു. ഇതിലേക്കൊക്കെ കടക്കേണ്ട ഒരു സമയമായിട്ടില്ലേ? ഇവിടെ ഈ സംഭവിച്ച ദുരന്തത്തിൻ്റെ ഒരു തീവ്രതയും അതുണ്ടാക്കിയ ആഘാതവും നന്നായി നമുക്കെല്ലാം ബോധ്യമുള്ളതാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി ഇന്നലെ വിസിറ്റ് ചെയ്തു, ആശുപത്രിയിൽ പോയി ദുരന്തബാധിത മേഖല കണ്ടു, സർവകക്ഷി അവിടുത്തെ ഒഫീഷ്യൽസിൻ്റെ യോഗം വിളിച്ചു. അതിനുശേഷം നടത്തിയ കേരളത്തെ താങ്ങി നിർത്തുമെന്നുള്ള പ്രസ്താവന നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ 13 ദിവസമായി സമാനതകളില്ലാത്ത ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സേനകൾ, അതുപോലെ സന്നദ്ധ സംഘടനകൾ, യുവജന സംഘടനകൾ, അതുപോലെ ആ നാട്ടിലെ ജനങ്ങൾ, അതുപോലെ ഇത് അറിഞ്ഞു കേട്ടങ്ങ് വന്ന സന്നദ്ധ പ്രവർത്തനത്തിൽ തയ്യാറായി വന്ന എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം രക്ഷാപ്രവർത്തനം ഏറ്റവും ഭംഗിയായി നടത്തുന്നു. ആ രക്ഷാപ്രവർത്തനം ജനകീയ സെർച്ചിങ് അടക്കം ഇപ്പോഴും തുടരുകയാണ്. അതുപോലെ രക്ഷപ്പെടുത്തിയവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ കൃത്യമായി നടപ്പാക്കുന്നു. മൂന്നാമത് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പം ആദ്യത്തെ 2 കാര്യം, രക്ഷാപ്രവർത്തനം തുടരുന്നു, വീണ്ടും പരിശോധന നടക്കുന്നു. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ ആളുകളെ കൃത്യമായിട്ട് അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നു, സംരക്ഷണം ഉറപ്പുവരുത്തുന്നു. ഇപ്പൊ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ഓരോ കുടുംബത്തിനും, ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞ ഓരോ കുടുംബത്തിനും 10,000 രൂപ അടിയന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ജീവനോൽപാദി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ പണിയെടുത്തുകൊണ്ടിരുന്ന, ഇപ്പൊ പണിയെടുക്കാൻ പറ്റാത്ത ഒരു കുടുംബത്തിലെ 2 അംഗങ്ങൾക്ക് 300 രൂപ വീതം 600 രൂപ ഒരു മാസത്തേക്ക് കൊടുക്കുന്ന കാര്യമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ പലരും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും മറ്റെല്ലാവരും ചർച്ചയുടെ ഭാഗമായിട്ടെല്ലാം ചൂണ്ടിക്കാണിച്ചത്, ഒന്ന് അത്യാവശ്യത്തിന് ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ കയ്യിൽ ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടവരാണ്. അപ്പൊ അവർക്ക് ആ കുടുംബത്തിന് 10,000 രൂപയും ക്യാമ്പിൽ താമസിച്ച മുഴുവൻ കുടുംബത്തിനും 10,000 രൂപയും 300 രൂപ വീതം ഒരു കുടുംബത്തിലെ 2 പേർക്കും കൊടുക്കുക എന്നതാണ് പെട്ടെന്ന് തീരുമാനിച്ചത്. ബാക്കി കാര്യങ്ങളെല്ലാം പുനരധിവാസത്തിന്റെ ഭാഗമായിട്ട് ഓരോരുത്തരെയും വീടെടുത്ത് മാറ്റുന്നു. അപ്പോൾ ഗവൺമെന്റ് റെസ്റ്റ് ഹൗസുകൾ, അതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ, പലരും സ്വയം തയ്യാറായി ഞങ്ങളുടെ വീട് വിട്ടുതരാമെന്ന് പറഞ്ഞ സാഹചര്യം, അവരെല്ലാം താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നോക്കുന്നു. ഇവിടെ ശരിക്കും ഒരു വീടിന്റെ പുനർനിർമ്മാണം എന്ന രൂപത്തിലല്ല, അവരുടെ ജീവിതത്തിന്റെ പുനർനിർമ്മാണമാണ്. ശരിക്കും പറഞ്ഞാൽ ജീവനോപാധി നഷ്ടപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തികളും വ്യത്യസ്തമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജോലി എവിടെയായിരുന്നു, എങ്ങനെയാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്, അവർക്ക് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള മാർഗം, ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്ക് സമൂഹമായിട്ട് തന്നെ താമസിക്കേണ്ടി വരുമോ, അവശേഷിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് മാത്രം താമസിക്കാൻ കഴിയുമോ, അങ്ങനെ ഓരോ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അവ ഇൻഡിവിജ്വലായിട്ട് ചർച്ച ചെയ്ത് അവരെ പുനരധിവസിപ്പിക്കാൻ, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 13 ദിവസമായി അതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇവിടെ ചോദിച്ചതുപോലെ വിശദമായിട്ടുള്ള ചർച്ചകൾ, പരിശോധനകൾ, മുൻകരുതലുകൾ എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വേണ്ടിവരും. പ്രത്യേകിച്ച് ആഗോള താപനത്തിന്റെ ഭാഗം, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, വീണ്ടും ഉരുൾപൊട്ടലിന്റെ സാധ്യത, അടുത്ത കാലത്തായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഈ മേഖലയിൽ നല്ല ഇടപെടലും സഹായവുമാണ് പ്രതീക്ഷിക്കുന്നത്. സാമ്പത്തിക സഹായത്തിനു പുറമെ ഇത്തരത്തിലുള്ള അപകട സാഹചര്യങ്ങളെ നേരിടാൻ കേന്ദ്രത്തിന് ഏതെല്ലാം തരത്തിൽ ഈ സംസ്ഥാനത്തെ സഹായിക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചും വലിയ തരത്തിൽ മുഖ്യമന്ത്രി കൈമാറിയ കത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ അനുഭാവപൂർവ്വമായിട്ട് തന്നെയാണ് കേന്ദ്രവും ഇതിന് അനുകൂലമായി പ്രതികരിച്ചിരിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു പാക്കേജ് കിട്ടും. അതുപോലെ ഒരു ദുരന്തം, ദേശീയ ദുരന്തമായിട്ട് ഇത് പ്രഖ്യാപിക്കും. അതോടൊപ്പം തന്നെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം മുൻകരുതലാണ് ചെയ്യേണ്ടത്. രാജ്യത്ത് ഇതിന്റെ പഠന ഏജൻസികൾ നിരവധിയുണ്ട്. ആ പഠന ഏജൻസികളുടെ ഒരു സബ് സെന്റർ കേരളത്തിൽ ആരംഭിക്കുകയും 2015 കോട്ടയത്ത് നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസിന് കൂടുതൽ സഹായം തരികയും അടക്കമുള്ള നിരവധി നല്ല നിർദ്ദേശങ്ങളും പിന്തുണയും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും മുഴുവൻ ആളുകളെയും, ഇതിന്റെ ദുരന്തബാധിതരായി മാറിയ മുഴുവൻ ആളുകളെയും സംരക്ഷിക്കുന്ന, അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന, അവരുടെ ജീവിതം പുനർനിർമ്മിക്കുന്ന പദ്ധതികളുമായിട്ടായിരിക്കും ഗവൺമെന്റ് മുന്നോട്ട് പോകുക. അതിന് ഒരു തരത്തിലും രാഷ്ട്രീയം കാണാതെ, മതപരമായ മറ്റു തരത്തിലുള്ള വേർതിരിവില്ലാതെ, ഐക്യത്തോടെ, കൂട്ടായ്മയോടെ ഇതുവരെ 13 ദിവസമായി നമ്മൾ തുടർന്ന ആ ഐക്യനിര കെട്ടിപ്പടുക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ഗവൺമെന്റ് ആർജിക്കുകയാണ്. നല്ല നിർദ്ദേശങ്ങൾ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ നേരിടാനും മുൻകരുതൽ എടുക്കാനും വേണ്ടിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകും. അതിൽ യാതൊരു സംശയമില്ല. ശരി, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ഇപ്പോൾ ഇന്നലെ പ്രധാനമന്ത്രിക്ക് മുൻപാകെ നൽകിയ ഈ മെമ്മോറാണ്ടത്തിന്റെ ആദ്യ ഘട്ടം എന്ന രീതിക്ക് തന്നെ പരിഗണിക്കാൻ കഴിയുന്ന ഒരു വിശദമായ റിപ്പോർട്ടുണ്ട് മുഖ്യമന്ത്രി നേരിട്ട് നൽകിയത്. അതിലടക്കം പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു പശ്ചാത്തലം അനുസരിച്ചുള്ള, നമ്മുടെ ജീവിത നിലവാരം അനുസരിച്ചുള്ള വിപുലമായ ഒരു പുനരധിവാസ പദ്ധതി തന്നെയാണ് വേണ്ടത് എന്നുള്ളതാണ്. ഏതാണ്ട് 2,000 കോടിക്ക് മുകളിൽ വരുന്ന ഒരു പുനരധിവാസ പദ്ധതി മാതൃകാ രൂപത്തിൽ തന്നെ വേണ്ടതുണ്ട് എന്നുള്ളത്. നമുക്ക് വികസന പദ്ധതികൾക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുമ്പോൾ അത് സംബന്ധിച്ച് രൂപരേഖ, അത് സംബന്ധിച്ച് നിയമം ഒക്കെയുണ്ട്. ഇതിപ്പോ
ദുരന്തം ഉണ്ടാകാൻ കഴിയുന്ന അല്ലെങ്കിൽ സാധ്യതയേറെയുള്ള ഭൂപ്രദേശങ്ങളിൽ അങ്ങനെയൊന്നും ഉണ്ടായാൽ എന്ത് മാനദണ്ഡങ്ങൾ അടിസ്ഥാനപരമായി സ്വീകരിക്കാമെന്നത് സംബന്ധിച്ചടക്കമുള്ളൊരു രൂപരേഖ വേണ്ടതുണ്ട്. മാത്രമല്ല ഈ മുന്നറിയിപ്പ് സംവിധാനം, ഇപ്പോൾ കെ എസ് അരുൺകുമാർ പറഞ്ഞു വെച്ചതേ ഉള്ളൂ, മുന്നറിയിപ്പ് സംവിധാനം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിച്ചിട്ട് മാത്രം കാര്യമില്ല. കൃത്യമായൊരു മുന്നറിയിപ്പ് സംവിധാനം ഉണ്ടാകണം എന്ന ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഗവേഷണ സ്ഥാപനങ്ങളുടെ സബ്സെന്റേഴ്സ് അടക്കം കേരളത്തിൽ വന്നുകൊണ്ട് നമ്മുടെ മലയോര മേഖലകളിൽ അത് സംബന്ധിച്ച് കൃത്യമായ അറിയിപ്പുകൾ സമയത്ത് ലഭിക്കുന്ന തരത്തിലുള്ള സംവിധാനം ഉറപ്പുവരുത്തി, ഇതെല്ലാം ഉൾപ്പെടെ ഒരു പുനരധിവാസം എന്നുള്ളതാണ് നമുക്ക് കാര്യക്ഷമമായിരിക്കുമെന്ന് പ്രതീക്ഷ വെക്കാൻ കഴിയുന്നത്. നോക്കൂ, പുനരധിവാസത്തെ സംബന്ധിച്ച് ഈ ചർച്ചയിൽ ഇതുവരെ പങ്കെടുത്തിട്ടുള്ള എല്ലാ ആളുകളും ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് സമഗ്രമായിട്ടുള്ളൊരു പഠനവും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സമഗ്രമായിട്ടുള്ള റിപ്പോർട്ടും സമർപ്പിക്കേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് 2 ലക്ഷവും പരിക്കേറ്റവർക്ക് 50,000 എന്നുള്ള രീതിയിലുള്ള ഒരു അടിയന്തര സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക, ഇപ്പോൾ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞത് അൺനാച്ചുറൽ ആയിട്ടുള്ളൊരു സംഭവമാണ്, അസ്വാഭാവികമായിട്ടുള്ളൊരു പ്രതിഭാസമാണ്. സാധാരണ നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഒരു സംഭവവുമായി താരതമ്യം ചെയ്യാവുന്നതല്ല, അസാധാരണമായി തന്നെയാണ് അതിനെ കാണുന്നതെന്നുള്ളതാണ്. അത് നാഷണൽ ഡിസാസ്റ്ററായി ഡിസിഗ്നേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സാങ്കേതിക പ്രശ്നം അതിലുണ്ട്. കാരണം നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഓഫ് 2005 പ്രകാരം നാഷണൽ ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ അതിലില്ല. അങ്ങനെ ഒരു ദേശീയ ദുരന്തത്തെ അങ്ങനെ ആ ആക്ട് നിർവചിക്കുന്നില്ല. 2005-2010 കാലത്തെ 10ാം ധനകാര്യ കമ്മീഷൻ ദേശീയ ദുരന്തം എന്ന് പറയുന്ന ഒരു തസ്തിക നിർമ്മിക്കണം, അങ്ങനെ ഒരു പ്രഖ്യാപനത്തിനുള്ള സാധ്യത സൃഷ്ടിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നിർദ്ദേശിച്ചതായിട്ടുള്ള ഒറ്റ മാനദണ്ഡം ഒരു സംസ്ഥാനത്തിന്റെ ആകെ ജനസംഖ്യയുടെ 1/3 ഭാഗത്തെ ബാധിക്കുന്നതാണെങ്കിൽ അതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാം എന്നുള്ളതാണ്. അതല്ലാതെ അതിനുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഇന്റൻസിറ്റിയുമായി ബന്ധപ്പെട്ടോ സിവിയറിറ്റിയുമായി ബന്ധപ്പെട്ടോ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആ കാര്യത്തിലില്ല. അതുകൊണ്ട് തന്നെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ഒരു ശൈലി നമ്മുടെ രാജ്യത്തില്ല. നിങ്ങൾക്കത് അറിയാം. 2013 ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ UPA മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം തന്നെ അത് പാർലമെന്റിൽ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ അസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ, ഇപ്പോൾ ഉത്തരാഖണ്ഡ് സൈക്ലിക് ഫ്ലഡ്സ് ഉണ്ടായ സമയത്ത് 6000-ലേറെ ആളുകൾ ഒറ്റയടിക്ക് മരണപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ആ ദുരന്തത്തെ രാജ്യം എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ ഒരു സന്ദേശ മൂല്യം വ്യക്തമാക്കുന്നതിന് വേണ്ടി അതൊരു ദേശീയ ദുരന്തമാണ് എന്ന മട്ടിലാണ് നമ്മളതിനെ വിശേഷിപ്പിക്കാറുള്ളത്. അല്ലാണ്ട് നിയമത്തിൽ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ കാറ്റഗറി ഉണ്ടല്ലോ അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, അപ്പോൾ L3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാനങ്ങൾക്ക് മാത്രമായി പരിഹരിക്കാൻ കഴിയാത്തത്ര വലിയ നഷ്ടമുണ്ടാകുന്നിടത്ത് കേന്ദ്ര സർക്കാരിന്റെ സഹായം വേണ്ടതുണ്ട് എന്ന് നിഷ്കർഷിക്കുന്ന ഇടങ്ങളിൽ അതിന് പറ്റുന്ന തരത്തിലുള്ള സഹായം നൽകാനുള്ള പ്രൊവിഷൻ വരില്ലേ? തീർച്ചയായിട്ടും അത് ചെയ്യുമല്ലോ. അങ്ങനെ തന്നെയാണല്ലോ. ഇവിടെ നോക്കൂ, ഇതിൽ മലയാളികൾ മാത്രം ഉൾപ്പെട്ടിട്ടുള്ളൊരു ദുരന്തമല്ല ഇത്. യഥാർത്ഥത്തിൽ ഇവിടെ മരണപ്പെട്ടിട്ടുള്ള ആളുകളിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും വയനാട് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അന്യസംസ്ഥാന തൊഴിലാളികൾ ധാരാളം ജോലി ചെയ്യുന്ന പ്രദേശമാണ്. ഇത് ഈ റിസോർട്ടും മറ്റുമൊക്കെയുള്ള മേഖലകളാണ്. അവിടെയുള്ള ഈ മരണപ്പെട്ടിട്ടുള്ള ആളുകളുടെ എണ്ണത്തിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളും ഈ പറയുന്ന കാര്യത്തിൽ ഒരു ഇന്റർഫറൻസ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഇവിടെ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ പണം ഒരു ബാധ്യതയായി വരില്ല. പണം എന്നതിനെ പറ്റി നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമേ ഇല്ല. മുന്നേ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളിൽ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടുള്ളത് നമുക്ക് അറിയുന്നതാണല്ലോ. ഇപ്പോൾ 2016 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ആദ്യം ഉണ്ടാകുന്ന സംസ്ഥാനത്തിലെ ദുരന്തമാണ് പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം. 100-ലേറെ ആളുകൾ മരിച്ചിട്ടുള്ള ദുരന്തമാണ്. പ്രധാനമന്ത്രി നേരിട്ട് പുറ്റിങ്ങലിൽ വന്നിട്ട് അപകടം നടന്ന സ്ഥലവും അതിൽ ബാധിക്കപ്പെട്ടിട്ടുള്ള ആളുകളെയും സന്ദർശിക്കുകയും അത് ഓരോ ആളുകൾക്കും 2 ലക്ഷം, മരണപ്പെട്ടവർക്ക് 2 ലക്ഷം രൂപയും കുടുംബങ്ങൾക്ക് 50,000 രൂപയും പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഓക്കെ, ദുരന്തം ഉണ്ടായപ്പോൾ പ്രധാനമന്ത്രി വന്നു. അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു 776 കോടി രൂപയുടെ ആദ്യഘട്ട പാക്കേജ് പ്രഖ്യാപിച്ചു. അതിനുശേഷം 133 കോടി രൂപയുടെ അധിക പാക്കേജ് ഓക്കിയുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചു. 2018 പ്രളയം ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് പ്രളയബാധിത പ്രദേശങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായി. 483 മരണം നടന്നിട്ടുള്ളവർക്ക് 600 കോടി രൂപയുടെ പുനരധിവാസ പാക്കേജ് കേന്ദ്രം തന്നെ പ്രഖ്യാപിച്ചു. സംസ്ഥാന ദുരിതാശ്വാസ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിന്റെ 75% കേന്ദ്രവും 25% സംസ്ഥാനങ്ങളുമാണ്. 3:1 റേഷ്യോയിലാണ് അതിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് വരാറുള്ളത്. അവിടെ സംസ്ഥാനത്തിന്റെ ആ ഫണ്ടിൽ നിന്ന് പണം എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ കേന്ദ്രത്തിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ്. സംസ്ഥാനത്തിന് 582 കോടി രൂപ അതിൽ നിന്ന് ഉപയോഗിക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ ആ തവണ കൊടുത്തു. മാത്രമല്ല, പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലുള്ള പെട്രോളിയം കമ്പനികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 കോടി രൂപ 2018 പ്രളയത്തിൽ സംഭാവന ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ അസാധാരണ സാഹചര്യങ്ങളിൽ അസാധാരണ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. 2019 പ്രളയത്തിൽ 168 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ, സൈന്യത്തിന്റെ റെസ്ക്യൂ ഫോഴ്സ്
ഫോഴ്സിൻ്റെയും ഒക്കെ വിരൽ ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ദുരന്തത്തെ, വയനാട്ടിലെ ദുരന്തത്തെ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് കണ്ടത്. നമുക്കറിയാലോ, ആദ്യഘട്ടം മുതൽ അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സൈന്യത്തിൻ്റെ, നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഏജൻസിയുടെ, അതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ തീരദേശ സംരക്ഷണ സേന ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളുടെ എല്ലാം പൂർണ്ണമായിട്ടുള്ള വിന്യാസം ഉണ്ടായിരുന്നു. അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി ജോർജ് കുര്യൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി ആ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് ദിവസങ്ങളോളം അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം നടത്തുന്നുണ്ടായിരുന്നു. ഒടുവിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്നു. അദ്ദേഹം ഈ കാര്യത്തിലൊരു സമ്പൂർണ്ണമായിട്ട് സംസ്ഥാനത്തിൻ്റെ ഒപ്പം നിൽക്കുക എന്നല്ല, സംസ്ഥാനം ഈ രാഷ്ട്രത്തിൻ്റെ ഭാഗം തന്നെയാണ്, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു പ്രശ്നമാണെന്നുള്ള മനോഭാവത്തോടു കൂടി തന്നെയാണ് ഈ കാര്യത്തെ കൈകാര്യം ചെയ്യുന്നതെന്നൊരു പ്രഖ്യാപനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പുനരധിവാസ പാക്കേജിന്റെ കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് അല്ല നമ്മുടെ മുമ്പിലുള്ള ആശങ്ക. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ചർച്ച വളരെ സുഖകരമായിട്ടാണ് പോകുന്നത്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരും യഥാർത്ഥത്തിൽ ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാൻ ഇവിടെ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ എല്ലാവരും ഒന്നിച്ച് നിൽക്കും, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങളൊന്നുമില്ല എന്ന് പറയുന്നത് വളരെ സൗകര്യമാണ്. അതിൽ ഒരാളുടെ എതിരഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മാത്രം കൂട്ടത്തിൽ നോക്കൂ സംസ്ഥാനത്തിനെതിരെ തിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറയാനുള്ളൊരു സാധ്യതയുണ്ട്. റിസ്ക് എടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇവിടെ പണം വരൽ മാത്രമല്ല ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. നമ്മളിപ്പോൾ ഈ പറയുന്ന ഇങ്ങനെ ഒരു വളരെ അപകട സാധ്യതയുള്ള ഒരു പ്രദേശത്തിലേക്ക് 2000 കോടി രൂപയുടെ പുനരധിവാസ പാക്കേജ് കൊണ്ടുവന്ന് അവിടെ നഷ്ടപ്പെട്ട് തകർന്നു പോയിട്ടുള്ള എല്ലാ കെട്ടിടങ്ങളും അതുപോലെ പുനർനിർമ്മിച്ചു കഴിഞ്ഞാൽ വയനാട്ടിലെ പ്രശ്നം നമ്മൾ പരിഹരിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അവിടെ അങ്ങനെ ഒരു അപകടം ഉണ്ടാവാനുള്ള സാഹചര്യം അപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് 2-3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പുത്തുമല എന്ന് പറയുന്ന കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള സ്ഥലം. അന്ന് നമ്മൾ അവിടെ ഈ പറഞ്ഞതുപോലെ 1000 കോടി രൂപയുടെ ഒരു ദുരിതാശ്വാസ പാക്കേജാണ് നമ്മൾ നിശ്ചയിച്ചത്. ഓരോ കുടുംബത്തിനും ഭൂമി മേടിക്കാൻ വേണ്ടി 6 ലക്ഷം രൂപയും വീട് വെക്കാൻ വേണ്ടി 4 ലക്ഷം രൂപയും എന്നുള്ള കണക്കിൽ 10 ലക്ഷം രൂപ ഓരോ കുടുംബത്തിനും എന്നുള്ള കണക്കിലൊക്കെ ഒരു കണക്കൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ പുനരധിവാസ പ്രവർത്തനം എവിടെ വരെ എത്തി നോക്കൂ, അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആ ആളുകൾക്ക് ഈ പണം കൊണ്ട് 5 ലക്ഷം രൂപയാണ് പലർക്കും കിട്ടിയെന്ന് പറയുന്നു. ആളുകൾക്ക് ഭൂമി മേടിക്കാൻ തന്നെ സാധിച്ചിട്ടില്ല. മാത്രമല്ല ഒരു പ്രദേശം മുഴുവൻ വാഷ്ഡ് ഔട്ടായി പോയിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഒരു ആ നഗരം വീണ്ടും പുനർനിർമ്മിക്കുക എന്ന് പറയുന്ന കാര്യത്തിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. അവരെ മറ്റേതെങ്കിലും മേഖലയിലേക്ക് പുനരധിവസിപ്പിക്കുക എന്നുള്ള പദ്ധതികളെ സാധിക്കുള്ളൂ. മാത്രമല്ല ഇതേ പ്രദേശത്ത് തന്നെ നാളെ വീണ്ടും സമാനമായിട്ടുള്ള ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ പറയുന്നത് ഇതിൽ നമുക്ക് ആർക്കും റെസ്പോൺസിബിലിറ്റി ഇല്ല, അതൊരു പ്രകൃതിദത്തമായിട്ടുള്ള ദുരന്തമാണ്. വയനാടിൻ്റെ ഒരു ടോപ്പോഗ്രഫി അങ്ങനെയാണ്, 20% കൂടുതൽ കർവുകളാണ് അവിടുത്തെ മലയിലൊക്കെ ഉള്ളത്. ഈ പറയുന്ന ഗോണ്ട്വാനാലാൻഡ് സ്പ്ലിറ്റ് ചെയ്ത് പോയപ്പോൾ ഉണ്ടായിട്ടുള്ള ടെക്ടോണിക് ഷിഫ്റ്റിന്റെ ഭാഗമായിട്ടാണ് വയനാട്ടിന്റെ ലാൻഡ്സ്കേപ്പ് തന്നെ രൂപപ്പെട്ടുള്ളത്. അത് ലാൻഡ് സ്ലൈഡ് പ്ലോൺ ഏരിയ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം നാളെയും ഇത് സംഭവിക്കാം, നമ്മൾ ആ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ലല്ലോ അവിടെ വേണ്ടത്. നമ്മൾ ഈ പുനരധിവാസമൊക്കെ ഉണ്ടാക്കിയിട്ട് ആളുകളെ വീണ്ടും വീട് വെച്ചിട്ടും കോളേജ് വെച്ചിട്ടും സ്കൂളുകൾ ഉണ്ടാക്കിയിട്ടും ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കിയിട്ടും അവിടെ തന്നെ അവരോട് താമസിക്കാൻ നമ്മൾ പറയുമ്പോൾ അങ്ങനെ അവിടെ തന്നെ പുനരധിവസിപ്പിക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരുമിച്ച് അവരെ പുനരധിവസിപ്പിക്കുന്നതിനെ പറ്റിയോ അങ്ങനെ ഒരു ആവശ്യം അവിടെ പലരും ഈ പറയുന്ന ദുരന്തത്തിന് ഇരയായവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒന്നിച്ച് താമസിക്കണമെന്ന്. പക്ഷെ അങ്ങനെ അത്രയും അധികം ആളുകളെ ഒന്നിച്ച് താമസിപ്പിക്കാൻ കഴിയുന്നൊരു ഭൂപ്രകൃതി അല്ല അവിടെയുള്ളത് എന്നും അത് ചിലപ്പോൾ 1, 2, 3 വിഭാഗങ്ങളായി തിരിച്ച് അധിവസിപ്പിക്കേണ്ടി വരും എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയുടെ തുടക്കമാണ്. അല്ലാതെ മുണ്ടക്കയിലുള്ളവരെ മുണ്ടക്കയിൽ അതാത് സ്ഥലത്ത് വീട് വെച്ച് താമസിപ്പിക്കും, ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് ഈ പറയുന്ന വാഷ്ഡ് ഔട്ട് ആയി പോയ പ്രദേശത്ത് അവിടെ തന്നെ പുനർനിർമ്മിക്കും എന്നൊന്നും നമ്മൾ ആരും പറഞ്ഞിട്ടില്ല ഈ ഘട്ടത്തിൽ. നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഈ ദുരന്തം ഉണ്ടായപ്പോൾ മുതൽ നമ്മൾ നോക്കൂ, ഇവിടെ രാഷ്ട്രീയമോ എന്തെങ്കിലും വിഷയങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞിട്ടില്ല. ആ ഘട്ടത്തിൽ അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ഉണ്ടായിരുന്നു. വയനാടിനെ സംബന്ധിക്കുന്ന നമ്മുടെ പരിസ്ഥിതി നയം എന്താണ്, അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെ പറ്റി, അവിടെ നടക്കുന്ന കോറി ഉൾപ്പെടെയുള്ള മൈനിങ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ പറ്റിയിട്ടുള്ള നമ്മുടെ നിലപാട് എന്താണ്, ഈ പറയുന്ന പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാധവ് ഗാഡ്ഗിലിൻ്റെയോ അല്ലെങ്കിൽ കസ്തൂരി രംഗൻ്റെയോ കമ്മീഷന്റെ റിപ്പോർട്ടുകളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഉമ്മൻ കമ്മിറ്റിയെ സംബന്ധിച്ചോ ഇതൊക്കെ നടപ്പാക്കേണ്ട ബാധ്യതയെ സംബന്ധിക്കുന്ന നമ്മുടെ നിലപാട് എന്താണ്. ഇങ്ങനെ ഒരു വളരെ പരിസ്ഥിതി ലോല പ്രദേശമാണെന്ന് വിലയിരുത്തപ്പെട്ടതിന് ശേഷവും ഈ പറയുന്ന അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം, ഇപ്പോൾ തുരങ്കപാത ഉൾപ്പെടെയുള്ള പദ്ധതികൾ നമ്മൾ അവിടേക്ക് പ്രഖ്യാപിക്കുമ്പോൾ ഇതിൻ്റെ വയബിലിറ്റിയെ സംബന്ധിച്ചിട്ട് എന്ത് പഠനമാണ് നടത്തിയിട്ടുള്ളത്, ഈ കാര്യങ്ങളിലുള്ള നമ്മുടെ നിലപാട് എന്താണ്, ഇതൊന്നും നമ്മൾ ആ ഘട്ടത്തിൽ ചർച്ച ചെയ്യാത്ത ചർച്ചയുള്ള ഘട്ടം ഇതല്ല. ഇനി ഇപ്പോഴത്തെ പ്രശ്നം ആദ്യ ഘട്ടത്തിൽ ഈ പറയുന്ന രക്ഷാപ്രവർത്തനമാണ്. ഇതിന് ശേഷം ഒരു ഘട്ടം വരും, ആ ഘട്ടത്തിൽ നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് ചർച്ച നടത്താമെന്ന് പറഞ്ഞിട്ടാണ്.
ഇപ്പം നമ്മൾ പറയുന്നത് ആദ്യഘട്ടത്തിൽ തെരച്ചിലുകളൊക്കെ പൂർത്തിയായി, സൈന്യം മടങ്ങിപ്പോയിട്ടുണ്ട്, ഇപ്പം ജനകീയമായിട്ടുള്ള തെരച്ചിലാണ് നടക്കുന്നത്. ഇനി പുനരധിവാസത്തിൻ്റെ ഒരു ചർച്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആ ഘട്ടത്തിലെങ്കിലും ആ വിഷയങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യണ്ടേ? അല്ലാതെ ഈ ഘട്ടത്തിൽ നമ്മൾ ഈ വിഷയങ്ങളൊന്നും പറയാതെ എന്തുകൊണ്ട് ഇങ്ങനത്തെ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നു, അത് തടയാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ നിലവിലുള്ള നയത്തിലോ പരിപാടിയിലോ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് എന്ന കാതലായിട്ടുള്ള വിഷയം പറയാതെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു, നമ്മളെല്ലാം ഒറ്റ മനസ്സാണ് എന്ന് പരസ്പരം അഭിനന്ദിക്കുകയും ആലിംഗനം ചെയ്യുകയും ചെയ്തതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു വിഷയമാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. അതല്ലാതെ ഈ പറഞ്ഞതുപോലെ മുണ്ടക്കൈയിൽ തന്നെ എല്ലാ ആൾക്കാരെയും കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കണമെന്ന് ഞാനും പറഞ്ഞിട്ടില്ല. ശരി ശരി ശ്രീ ശങ്കുട്ടിദാസ്. ശ്രീ ഹരീഷ് വാസുദേവൻ, ഇപ്പോൾ അങ്ങും സമാനമായ അഭിപ്രായം നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഈ ഘട്ടത്തിലല്ല നമ്മൾ ഇതൊന്നും പറയേണ്ടത്, ഏതു ഘട്ടത്തിൽ എന്നതൊരു ചോദ്യമാണ്. നമ്മൾ പുത്തുമലയെ പറ്റി ഓരോ വാർഷികത്തിലും അതിനെപ്പറ്റി ഒരു ഓർമ്മ പുതുക്കൽ എന്ന നിലയ്ക്ക് പറഞ്ഞു പോകാറുണ്ട്. നമ്മൾ കവളപ്പാറയെ പറ്റിയും നമ്മൾ പെട്ടിമുടിയെ പറ്റിയും അങ്ങനെ വാർഷിക സമയത്ത് അന്നത്തെ മരണസംഖ്യയും അവരിപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും എന്താണ് എന്ന് പറഞ്ഞു പോകാറുണ്ട്. നാളെ അങ്ങനെ ഒരു 1-ാം വാർഷികത്തിലും 2-ാം വാർഷികത്തിലും ഓർമ്മ പുതുക്കി പോകേണ്ട ഒന്നാണോ എന്നുള്ളത്. നമ്മുടെ പുനരധിവാസ പദ്ധതിയൊക്കെ ഇപ്പോൾ LDF ഭരിക്കുന്നു, UDF ഭരിക്കുന്നു, അല്ലെങ്കിൽ കേന്ദ്രം BJP ഭരിക്കുന്നു എന്നത് മാറ്റി നിർത്തിയാൽ സർക്കാർ പരിപാടി ചട്ടപ്പടി എന്നുള്ളത് കാലങ്ങൾ കൊണ്ട് നമുക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇത്തവണ അങ്ങനെ ആകരുത് എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയും. അതിലേക്കൊന്നും പോകേണ്ടതില്ല. എന്നിരുന്നാലും എപ്പോഴാണ് നമ്മളിതൊക്കെ ചർച്ച ചെയ്യുക എന്നാണ് ശങ്കു ചോദിക്കുന്നത്. പ്രസക്തമായ ചോദ്യമാണ്. ദുരന്തം തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ശവശരീരങ്ങൾ പോലും മറവ് ചെയ്യാൻ കാത്തു നിൽക്കാതെ നമ്മൾ അത്തരം ചർച്ചകളിലേക്ക് ചാടുമ്പോഴാണ് നമ്മൾ പറയുന്നത് ആ സമയം ഇപ്പോഴല്ല. പക്ഷെ ആ ഘട്ടം കഴിഞ്ഞു. ആളുകൾ ഇപ്പോൾ ഒരു ദുരന്തത്തെ അഭിമുഖീകരിച്ച് അതിന്റെ ഞെട്ടലിൽ നിന്ന് മാറാതെ നിൽക്കുന്നു. പക്ഷെ നമ്മൾ പുനരധിവാസത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങുന്നു. ഞാൻ വിചാരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഇത്തരം ചർച്ചകൾ കൂടി കൊണ്ടുവരേണ്ടതാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ ഏതാണ്ട് തെരച്ചിലുകൾ അവസാനിക്കുന്നതുവരെ കാത്തു നിൽക്കുകയും ഒരുപാട് പേര് എന്നെ വ്യക്തിപരമായി വിളിച്ചു ചോദിച്ചു, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ചോദിച്ചു, എന്തുകൊണ്ടാണ് സുവമോട്ടോ ഹൈക്കോടതി കേസെടുക്കാത്തത്. അപ്പം ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും അതിനുള്ളൊരു ഘട്ടം ഇതല്ല എന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണെന്ന് തോന്നി. അത് അവസാനിച്ചപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച കേരള ഹൈക്കോടതിയും സുവമോട്ടോ കേസെടുത്തു. കേരള ഹൈക്കോടതി ഗവൺമെന്റിനോട് പറഞ്ഞത് എന്താണ്, നമ്മുടെ പോളിസികളിൽ നമ്മൾ ഈ നിയമങ്ങൾ ഉണ്ടാക്കിയ കാലത്തും ഈ പോളിസികൾ ഉണ്ടാക്കിയ കാലത്തും നമുക്ക് പരിചയമുള്ള രീതിയിലുള്ള പ്രതിഫലനമല്ല പ്രകൃതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അപ്പൊ പല ഡോക്യുമെന്റുകളും പല റിസർച്ച് പേപ്പറുകളും നമ്മുടെ അലമാരകളിൽ ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ മേശയുടെ ഫയലിൽ ഉറങ്ങുകയാണ്. കാരണം ആ സമയത്തൊക്കെ നമ്മൾ വിചാരിച്ചു ഇതൊക്കെ വെറുതെ എഴുതി വെച്ചതാണ്, ഇതിലൊന്നും വലിയ കാര്യമില്ല. അങ്ങനെ മാറ്റിവെച്ച പഠനങ്ങൾ നമ്മളിപ്പോൾ എടുക്കണം, പൊടി തട്ടിയെടുക്കണം. കാരണം ലാൻഡ് എങ്ങനെയാണ് കേരളത്തിൽ യൂസ് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു പ്ലാനിംഗ് ഇല്ലാതെ ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ ഗതാഗത നയം, നമ്മുടെ റോഡ് നിർമ്മാണ നയം, നമ്മുടെ ബിൽഡിംഗ് നിർമ്മാണ നയം, നമ്മുടെ ക്വാറികളുമായി ബന്ധപ്പെട്ട നിയമം, അതിനകത്തെ നയങ്ങൾ, ഇതെല്ലാം കൃത്യമായി പുതിയ കാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. അത് തുടങ്ങി വെക്കേണ്ട ഘട്ടം തന്നെയാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്. ബഹുമാനപ്പെട്ട AG പറഞ്ഞു, ഞാൻ സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ വയനാട്ടിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്, അതുകൊണ്ട് കൂടുതൽ സമയം ആവശ്യപ്പെടും. അപ്പൊ സ്വാഭാവികമായിട്ടും ഹൈക്കോടതി പറഞ്ഞത് അങ്ങനെയല്ല, നമുക്കൊരു ബ്രോഡ് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ റൂട്ട് മാപ്പ് നമുക്ക് ആവശ്യമാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷെ ഇതിലൊരു മാറ്റം വേണം എന്നുള്ള കാര്യത്തിൽ, ഏത് തരം മാറ്റമാണ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്തൊരു ഒരു 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 ചർച്ചയുടെ തുടക്കം കൂടിയേ മതിയാവൂ. എന്ന് മാത്രമല്ല, ഞാൻ ചർച്ചയുടെ ആദ്യം പറഞ്ഞതുപോലെ ആളുകൾക്ക് പിന്നീട് ദീർഘകാലത്തേക്കുള്ള പണം കൊടുക്കുന്നതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. പക്ഷെ ഈ റണ്ണിങ്ങിൽ അവർക്ക് കിട്ടേണ്ട പണം കൊടുക്കുന്നത് ഉൾപ്പെടെ അവരെ മാറ്റി താമസിപ്പിക്കുമ്പോൾ ഈ ലാൻഡുകൾ ഓഗസ്റ്റ് മാസത്തിൽ സേഫ് ആണോ, സെപ്റ്റംബർ മാസത്തിൽ സേഫ് ആണോ, അടുത്ത ഡ്രോട്ട് വരുമ്പോൾ വെള്ളം കിട്ടാത്ത സ്ഥലത്താണോ നമ്മൾ 3 പ്രശ്നങ്ങളെയാണ് നേരിടുന്നത്. 1 അതിതീവ്രമായ മഴ, 2 വരൾച്ച, 3 മണ്ണിടിച്ചിൽ, 4ാമത്തേതാണ് നമ്മുടെ കോസ്റ്റൽ മേഖലയിൽ നടക്കുന്ന വലിയ കടൽ കയറ്റം. ഇത് 4ഉം നമുക്ക് വളരെ പ്രശ്നമുള്ള സംഗതി തന്നെയാണ്. ഓഖി മുതൽ നമ്മൾ അനുഭവിച്ചു വരികയാണ്. അപ്പൊ ഇനി നാളെ ഈ ഒരു കടൽ കയറ്റം ഉണ്ടാകുമ്പോഴും നമ്മൾ ഇതേ ചർച്ച നടത്തും, അവിടെയും നമ്മൾ ദുരന്തത്തെ നേരിടും. അപ്പൊ ഈ ദുരന്തത്തിൽ നിന്നും ദുരന്തത്തിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു ജനതയായി മലയാളി മാറുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പ്രദേശത്തെ സെൻസിറ്റീവായ, അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഇപ്പൊ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് എനിക്ക് തോന്നിയത് ലിഡാർ സർവേ നടത്തി ഈ വയനാട്ടിൽ അവശേഷിക്കുന്ന അല്ലെങ്കിൽ ഇടുക്കിയിൽ അവശേഷിക്കുന്ന മലനിരകളിൽ ഏതൊക്കെയാണ് സേഫ് എന്ന് കണ്ടുപിടിക്കണം. ആ ലിഡാർ സർവേ ഡാറ്റ നമുക്ക് അടിയന്തരമായിട്ട് പറ്റുമെങ്കിൽ 2-3 ആഴ്ചയ്ക്കുള്ളിൽ
ഈ കുന്നുകളുടെ ചരിവുകളെ സംബന്ധിച്ച്, മണ്ണിടിച്ചിൽ സാധ്യതയെ സംബന്ധിച്ചുള്ള ലിഡാർ സർവേ റിപ്പോർട്ട് ലഭ്യമാക്കി അതത് പ്രദേശത്ത് ഒരു പബ്ലിക് കൺസൾട്ടേഷൻ, ഒരുപക്ഷെ സ്കൂളുകളിലാവാം, അല്ലെങ്കിൽ ഒരു പൊതു മൈതാനത്താവാം, പഞ്ചായത്ത് ഓഫീസിലാവാം, അടുത്ത 2-3 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ഇതൊന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഇന്ന മേഖലകൾ പ്രശ്നത്തിലാണ് എന്ന ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പാനിക്കാക്കാനല്ല, ഒരിക്കലും പാനിക്കാക്കാനല്ല, അതിനുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ രാത്രി ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് മാറി താമസിക്കണം എന്നതുൾപ്പെടെ. അതുപോലെ ഇപ്പൊ ഞാൻ പറയാം, നമ്മളെല്ലാവരും ലഘുവായിട്ട് കാണുന്ന ഒരു കാര്യമാണ് കിണർ കുഴിക്കുക എന്ന് പറയുന്നത്. സാധാരണ കിണർ കുഴിക്കുന്നതിന് പ്രത്യേകിച്ച് ബിൽഡിംഗ് റൂൾ 91 അനുസരിച്ച് ഒരു പെർമിറ്റ് എടുക്കണമെന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ നിയമപ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ചരിഞ്ഞ പ്രദേശങ്ങളിൽ നിങ്ങൾ കിണർ കുത്തിയാൽ ഒരുപക്ഷെ ഒരു കിണർ മതിയാവും ഈ വെള്ളത്തെ താങ്ങി നിർത്താൻ കഴിയാതെ അത് താഴോട്ട് കൊണ്ടുവരാനായിട്ട്, ഒരു പുഷിംഗ് എഫക്റ്റ് കൊടുക്കാനായിട്ട്. ശാസ്ത്ര റിപ്പോർട്ടുകൾ പറയുന്നതാണ്. അപ്പൊ കിണർ കുഴിക്കുന്നതിൽ പോലും നമ്മൾ നിയന്ത്രണം കൊണ്ടുവരുമോ എന്ന് ചോദിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ മുഖപ്രസംഗം എഴുതും. സാധാരണക്കാരെ ബാധിക്കുകയാണോ എന്നൊക്കെ ചോദിക്കും. കുന്നിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങൾ വന്നപ്പോൾ വലിയ ഒച്ച ബഹളമായിരുന്നു. സർക്കാർ എന്ത് ചെയ്തു? എല്ലാ കുന്നും ഇടിച്ചു കൊണ്ടുപോകാം എന്ന് നിയന്ത്രണം കൊണ്ടുവന്നു. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന രീതിയിലാണ് നമ്മുടെ നയങ്ങൾ പോകുന്നത്. അപ്പോൾ കേരളത്തിൽ ഇനി ഓരോ കുന്നും ഇടിക്കുന്നതിന് നിയന്ത്രണം കൊണ്ടുവരേണ്ടതുണ്ടെന്ന് ഹൈക്കോടതി പറയുകയും കംപ്ലീറ്റ് ബാൻ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ കംപ്ലീറ്റ് ബാനിന് അപ്പുറത്ത് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് ഈ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയാസ് മാർക്ക് ചെയ്ത് ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഒപ്പം ഒരു കാര്യം കൂടി മാധു, നമ്മുടെ ജില്ലാ കളക്ടർമാർക്ക് നമ്മുടെ കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കമ്പനികളുടെയും ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ട് ഏതൊക്കെ പ്രദേശത്താണ് ഇപ്പോൾ ദുരന്ത സാധ്യതാ പ്രദേശമായി ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് അവിടുത്തെ ആളുകൾക്ക് അടിയന്തരമായിട്ട് ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്താനുള്ള നടപടി ചെയ്യാം. നാഷണൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരു ആക്ട് തന്നെ നമുക്ക് നിലവിലുണ്ട്. കളക്ടർക്ക് അതിന് ചില അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് ആണ്. ഈ പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ടിന്റെ പ്രൊവിഷൻസ് പക്ഷേ ഇപ്പോൾ ചില രാസപദാർത്ഥങ്ങൾക്ക് മാത്രമായിട്ടാണ്, അത്തരം ദുരന്തങ്ങൾക്ക് മാത്രമായിട്ടാണ് പരിമിതപ്പെട്ടിരിക്കുന്നത്. അതൊന്ന് ഭേദഗതി ചെയ്താൽ നമുക്ക് ഇപ്പോഴുള്ള ദുരന്ത സാധ്യത മേഖലകളിൽ, അത് തീരദേശത്താവാം മലയോരത്താവാം, അവർക്കൊരു ചുരുങ്ങിയ ചെലവിൽ ബൾക്കായിട്ടുള്ള ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനികൾക്ക് അവരുടെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ചുരുങ്ങിയ ചെലവിൽ അടിയന്തരമായിട്ട് ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയാൽ തന്നെ ഒരു സാന്ത്വനം, ഒരു ഫിയറിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ, ഒരു മാനസിക സമാധാനം ആളുകൾക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ്. ശരി, അത്തരം കാര്യക്ഷമമായ പല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കേണ്ടതും പരിഗണിക്കേണ്ടതും ഒക്കെ ഉണ്ട്. ഞാൻ ശ്രീ ജ്യോതികുമാർ ചാമക്കലയിലേക്ക് പോവുകയാണ്. പ്രൊഡ്യൂസർ ഹരീഷ് വാസ്തവന്റെ ശബ്ദത്തിൽ വലിയ പ്രശ്നമുണ്ടായിരുന്നത് പരിഹരിക്കണം അടുത്ത തവണത്തേക്ക് ഞാൻ വരുമ്പോഴേക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ജ്യോതികുമാർ ചാമക്കല, ഇപ്പോൾ ആ സമയത്ത് നമുക്കറിയാം, ഈ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് തന്നെ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന്, സാധാരണ മനുഷ്യരിൽ നിന്ന്, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരിൽ നിന്നൊക്കെ മാധവ് ഗാഡ്ഗിലിന്റെയും പി.ടി. തോമസിന്റെയും അടക്കം പല അതിനു മുൻപുള്ള പ്രഭാഷണങ്ങൾ, സംസാരങ്ങൾ, പ്രസംഗങ്ങൾ ഒക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനെതിരെ വലിയൊരു സൈബർ പ്രതിരോധം ഉണ്ടാകുന്നുണ്ട്. ഗാഡ്ഗിലിനെ പറ്റി മിണ്ടരുത് എന്നൊരു തിട്ടൂരം പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനി ഇതാ നോക്കൂ, നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടാതെ ഓടി ചെന്ന് 2 കൈകൊണ്ടും വാരിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പക്ഷേ ഇതാ നമ്മൾ പുനരധിവാസത്തെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ രക്ഷപ്പെടാനുള്ള വഴികളെക്കുറിച്ച്, നമ്മൾ അപകടങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടി, അതിനുവേണ്ടി നമ്മൾ എത്ര കരുതണം എന്നതിനെപ്പറ്റി കാര്യക്ഷമമായ ചർച്ചകൾ കൂടി പോകേണ്ടതുണ്ട്. അതിന് വലിയ രാഷ്ട്രീയമായ വില കൊടുക്കേണ്ടി വരാതിരിക്കണമെങ്കിൽ രാഷ്ട്രീയമായതിനപ്പുറത്തേക്ക് സാമൂഹ്യമായ ഉത്തരവാദിത്തം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പേറേണ്ടതുണ്ട്. അത് അമ്മയെ തല്ലിയാലും 2 അഭിപ്രായമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള അത്യാഹിതങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ല. അതിനുവേണ്ട പഠനങ്ങൾ ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട്, ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്, ഒരുപാട് എന്താ പറയുന്നത്, നിയമങ്ങൾ തന്നെയുണ്ട്, നിയമനിർമ്മാണം തന്നെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും പാലിക്കപ്പെടാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണല്ലോ ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പോൾ നോക്കൂ, അവിടെ തന്നെ ഈ പറഞ്ഞ മേഖലയിൽ തന്നെ ഏകദേശം 44 റിസോർട്ടുകൾ ഈ ദുരന്തമുണ്ടായ പ്രദേശത്ത് തന്നെ ഉണ്ട് എന്നാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ആ ജില്ലയിലെ കണക്കെടുത്തപ്പോൾ തന്നെ 267 ഇത്തരത്തിലുള്ള റിസോർട്ടുകൾ അല്ലെങ്കിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ചും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പറയുന്നതൊക്കെ നമുക്ക് ചതുരൊടുവിൽ എന്തും പറയാം. ഇനി എല്ലാം നിർത്തിവെച്ചിട്ട് നമുക്ക് ഇനി എവിടെ താമസിക്കണമെന്ന് തീരുമാനിച്ച് അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. നല്ല കാര്യമാണ് ഇത് കേൾക്കാനും പത്രത്തിൽ എഴുതി വെക്കാനും. വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, വേണം. പക്ഷേ രണ്ടും പാരലായി തന്നെ പോകണം. ഇപ്പോൾ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇപ്പോൾ നോക്കൂ, നമ്മളൊരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള സ്റ്റാറ്റിക്സ് എടുത്താൽ തന്നെ, ഇപ്പോൾ ഞാൻ ഒറ്റ കണക്ക് മാത്രം പറയാം. 2023 കൺട്രീസ് വിത്ത് ദ മോസ്റ്റ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഇൻ 2023 2023 ഏറ്റവും കൂടുതൽ നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടായിട്ടുള്ള കൺട്രീസ് ഏറ്റവും മുമ്പിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. 25 ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ ഉണ്ടായിട്ടുണ്ട്.
തൊട്ട് പിറകിലുള്ളത് ചൈനയും ഇന്ത്യയുമാണ്. 17 വീതം ഉണ്ടായിട്ടുണ്ട്. അതിന് തൊട്ട് പിറകിൽ 16 ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുള്ള ബ്രസീലുണ്ട്. ഇന്തോനേഷ്യയിൽ 15 തവണ ഉണ്ടായിട്ടുണ്ട്. ഫിലിപ്പീൻസിൽ 15 തവണ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പറയുന്നത് 2023 മാത്രം കണക്കുകളാണ്. അപ്പോൾ നോക്കൂ, നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മുടെ ടെക്നോളജി എന്തുമാത്രം വികസിച്ചിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ആർക്കും ഒരു ആശങ്കയുമില്ല. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മളിപ്പോൾ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും കൃത്യമായും നമ്മുടെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ പുനരധിവാസവും ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുതലുള്ളതാണ്. അവരെ പുനരധിവസിപ്പിക്കും. പഠനം നടക്കട്ടെ, വേണ്ടെന്നാരും പറയുന്നില്ല. അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്. നമുക്കൊന്നും അറിയാഞ്ഞിട്ടല്ലോ. നമുക്ക് എല്ലാവർക്കും ഇതറിയാം. എല്ലാവരും ചതുരൊടുവിൽ സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യത്തേക്ക് അടുക്കുമ്പോൾ നമ്മളെല്ലാവരും മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അല്ല, അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം പറയുമ്പോൾ നേരത്തെ ശംഖു ചൂണ്ടിക്കാണിച്ചതുപോലെ ഞാൻ പറഞ്ഞാൽ മോശക്കാരനാകുന്ന ചിന്തയുണ്ടോ? ഒരിക്കലുമില്ല. പുനരധിവാസം നടക്കേണ്ടത് ഇനിയിപ്പോ നമ്മളിപ്പോ ഇങ്ങനെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് പുനരധിവാസത്തിന് ഒരു ദോഷവും വരികയില്ല. അത് കേന്ദ്ര സഹായം അനുസരിച്ച് സർക്കാർ സമാഹരിച്ച ഫണ്ട് അനുസരിച്ച് ഒക്കെ നടക്കും. പക്ഷേ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താണ് തെറ്റ് ഈ ഘട്ടത്തിലെങ്കിൽ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നേ, ഞാൻ പറയുന്നത് ഇപ്പോൾ ആ ക്യാമ്പുകളിലുള്ള അവരെ പുനരധിവസിപ്പിക്കണം. അവരെ പുനരധിവസിപ്പിക്കുമ്പോൾ അവർക്കെങ്കിലും ഇനി ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകാത്ത രീതിയിലുള്ള എല്ലാ യാഡ് സ്റ്റിക്സും എടുത്തുകൊണ്ട് അവരെ എങ്ങോട്ടേക്കാണോ മാറ്റിപ്പാർപ്പിക്കുന്നത് അവിടെ ഇത്തരത്തിലുള്ള ഒരു ദുരന്തവും ഇനി ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തുന്ന അല്ലെങ്കിൽ ഉറപ്പുള്ള സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കണം. തർക്കമില്ല. പക്ഷേ അതിനുള്ള നടപടികൾ അടിയന്തരമായി നടക്കണം. ഇനി ഇത്തരത്തിലുള്ള പഠനവും നടത്തി ഇതെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷമൊക്കെ പറ്റൂ എന്ന് പറയുന്ന ആ നിലപാടിനോടാണ് ഞാൻ വിയോജിപ്പ് പറഞ്ഞത്. ഒപ്പം നോക്കും, നമ്മൾ ടെക്നോളജി എന്തുമാത്രം വികസിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അപ്പോഴിതൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. ഇപ്പം ഈ അടുത്ത സമയത്താണ് സുനിത വില്യംസ് അവർ ബഹിരാകാശത്ത് പോയിരിക്കുകയാണെന്നേ. ബഹിരാകാശത്ത് പോയ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പോയ വണ്ടി കേടായതുകൊണ്ട് അവർ തിരിച്ചു വരാൻ കഴിയാതെ ബഹിരാകാശത്ത് കഴിയുക അല്ലേ? ഹീലിയം ചോർച്ച മൂലമാണ്. ഒരു വാടകയ്ക്ക് ഒരു വണ്ടി എടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. ലിയോൺ മസ്കിൻ്റെ വണ്ടി വാടകയ്ക്ക് എടുക്കുന്നതിനെ കുറിച്ച് ഒരു ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്ന കാര്യം കൂടി താങ്കൾ മറക്കരുത്. അപ്പോൾ ടെക്നോളജിയുടെയോ അറിവിൻ്റെയോ കുറവ് കൊണ്ടല്ല, നമ്മൾ ഇടപെടുന്ന രീതിയുടെ പ്രശ്നം കൊണ്ടാണ്. അത് പരിഹരിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായി ഇപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അവരുടെ പുനരധിവാസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവരെ പുനരധിവസിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഏറ്റവും സേഫ് സോൺ തന്നെ ആയിരിക്കണം അവരെ പുനരധിവസിപ്പിക്കേണ്ടത്. അതിന് തയ്യാറാകാത്തവരെ ഈ പറഞ്ഞതുപോലെ അവരെ കൃത്യമായി കൗൺസിലിംഗ് കൊടുത്ത് എന്തുകൊണ്ട് ഇത്തരത്തിൽ മാറ്റം വേണം എന്നതിനെ സംബന്ധിച്ച് താമസിപ്പിക്കുകയും വേണം. അതിനപ്പുറത്തേക്ക് അവരെ അടിസ്ഥാനപരമായി നമ്മൾ ചർച്ച ചെയ്ത് വരുമ്പോൾ അവർക്ക് അടിസ്ഥാനപരമായി നഷ്ടം ഒരാൾക്ക് ഇത്തരത്തിലൊരു ദുരന്തം കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രതിക്ഷോഭം കൊണ്ട് നഷ്ടമുണ്ടായാൽ ഞങ്ങൾ ഇത്രയേ തരുള്ളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഒരേ യാഡ്സ്റ്റിക്കോടുകൂടി നിങ്ങൾക്ക് കോമ്പൻസേഷൻ തരാമെന്ന് പറയുന്നത് ശരിയല്ല. നമ്മളെ സംബന്ധിച്ച് അവരുടെ എല്ലാ ഡോക്യുമെൻസും ഉണ്ട്. ആ ഡോക്യുമെൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും എത്ര നഷ്ടമുണ്ടായിട്ടുണ്ടോ, അത് വലിപ്പമുള്ളവനാവട്ടെ ചെറുപ്പമുള്ളവനാവട്ടെ, അവൻ്റെ അധ്വാനത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അവൻ്റെ നിഷ്ക്രിയാസ്തി ആയിക്കോട്ടെ, എന്തായാലും അവരെ സംബന്ധിച്ച് അവർക്ക് എത്ര നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത്രയും നഷ്ടവും നികത്താൻ നമ്മുടെ സംവിധാനം ഉണ്ടാകണം. ഒരു തർക്കവും വേണ്ട. മറ്റൊന്ന് ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട ബാങ്കിനെ സംബന്ധിച്ച് കൊടുത്ത പൈസ തിരിച്ചു കിട്ടിയാൽ മതിയാവുന്ന വാശി പിടിക്കും. പക്ഷേ ഇവിടെ ബാങ്കിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഈ ദുരന്തത്തിൽ ഏർപ്പെട്ടവരെ സംബന്ധിച്ച് അവരുടെ ലോണുകൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട അടിയന്തരമായ നടപടികൾ ഉണ്ടാകണം. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും അവസാനം വീട് വെച്ചവരുണ്ട്, ഏറ്റവും അവസാനം തുടങ്ങിയ ബിസിനസ്സുകാരുണ്ട്, അവർക്കെല്ലാം എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് ആക്ച്വൽ ഫിഗേഴ്സ്, ഓരോരുത്തർക്കും നഷ്ടപ്പെട്ടിട്ടുള്ള ആക്ച്വൽ ഫിഗർ ഏതാണോ ആ ഫിഗർ അവർക്ക് തിരിച്ചു കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തണം. അവൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് അവന് വന്നിട്ടുള്ള നഷ്ടം, ആ നഷ്ടം നികത്തുക എന്നുള്ളത് ഭരണാധികാരികളുടെ ഉത്തരവാദിത്വമാണ് എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാതെ വയ്യ. മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി എല്ലാവർക്കും ഒരേ യാഡ്സ്റ്റിക്ക് 7 സെൻറ്റ് സ്ഥലവും 4 ലക്ഷം രൂപ വീട് വെക്കാനും എന്നതിനപ്പുറത്തേക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുള്ള നഷ്ടം എത്രയാണെന്ന് കണ്ടെത്തി ആ ആക്ച്വലിലേക്ക് തന്നെ പോകാനുള്ള നടപടി കൂടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്, ഉണ്ടാകേണ്ടതുണ്ട് എന്ന ഇപ്പോൾ നിർദ്ദേശത്തിൻ്റെ കാര്യങ്ങൾ വരല്ലേ, ഈ നിർദ്ദേശം ഉൾപ്പെടെ ചർച്ച ചെയ്യട്ടെ. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരേണ്ടതുണ്ട്, ആശുപത്രികൾ വരേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ടൗൺഷിപ്പിനെ സംബന്ധിച്ചാണ് ആലോചിക്കുന്നതെങ്കിൽ അങ്ങനെ എല്ലാം ഒരു കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത അകലത്തിൽ തന്നെ വരാവുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ രീതിയിൽ തുറന്ന മനസ്സോടുകൂടി ഈ പുനരധിവാസം നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ നടക്കട്ടെ. ഈ പറഞ്ഞ അതിലേക്ക് കടക്കുമ്പോഴാണല്ലോ നമ്മൾ കസ്തൂരി രംഗനും അതുപോലെ തന്നെ മാധവ് ഗാഡ്ഗിലും അതിനെതിരായിട്ടുള്ള നടന്നുള്ള സമരത്തെ സംബന്ധിച്ചും ഒക്കെ നമ്മൾ ചർച്ച വരുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ആരും എതിർക്കുന്നില്ല. നമ്മുടെ പ്രകൃതി നിലനിൽക്കേണ്ടതുണ്ട്. ഈ രാജ്യത്ത് ഇത്തരത്തിൽ ദുരന്തം ഇനി ആവർത്തിക്കാതിരിക്കേണ്ടതുണ്ട്. അതിന് മുൻകരുതൽ എടുക്കേണ്ടതുണ്ട്. ആ മുൻകരുതൽ എടുക്കുന്നതിന് വേണ്ടി നിയമനിർമ്മാണം വേണമെങ്കിൽ നിയമനിർമ്മാണം തന്നെ നടത്തണം. പക്ഷേ നിയമം ഉണ്ടായിട്ട് പോലും പാലിക്കപ്പെടാതെ പോകുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദികളും നമ്മൾ തന്നെയല്ലേ. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇപ്പോൾ വിപുലമായ ചർച്ചകൾ, സമിതി രൂപീകരണം, കേന്ദ്ര സഹായം, അതിനുശേഷം ടൗൺഷിപ്പ് നിർമ്മാണം, ഇങ്ങനെ ഇത് ഒരു വിപുലമായ പദ്ധതിയാണ്. അതിനെടുക്കുന്ന സമയത്തെ പറ്റിയുള്ള ആശങ്കയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാനുള്ള ഒരു എഫോർട്ട് ഉണ്ടാകണമല്ലോ. തീർച്ചയായും. ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറഞ്ഞത് എല്ലാവരും എല്ലാം സേഫാണ് എന്ന രൂപത്തിൽ ഈ ചർച്ച പോവുകയാണ്. എന്നാൽ മറ്റ് വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന രൂപത്തിലാണ്.
ഇപ്പൊ ഈ 10-13 ദിവസം സമാനതകളില്ലാത്ത ഐക്യത്തോടെ ഈ പുനരധിവാസം ശരിക്കും എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനം, പുനരധിവാസ പ്രവർത്തനം വരെ നിൽക്കുന്ന പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനവും എല്ലാം എത്തി നിൽക്കുന്നത് നമ്മൾ ചർച്ച ചെയ്യാതെ പോകാൻ കഴിയുമോ? ഇതിനിടയിൽ വിഘടനം ഉണ്ടാക്കാൻ ശ്രമിച്ചത് ആരൊക്കെയാണ്? അതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് തർക്കത്തിലേക്ക് പോകാതെ ഈ സംഭവവികാസങ്ങളെ പിടിച്ചു നിർത്തിയത് ആരൊക്കെയാണ്? ഇതെല്ലാം പൊതുസമൂഹത്തിലുണ്ടല്ലോ. റെഡ് അലർട്ട് തന്നിരുന്നുവെന്നും 10 ദിവസം മുമ്പ് തന്നിരുന്നുവെന്നും സംസ്ഥാന ഗവൺമെന്റ് ഗൗരവത്തോടെ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് എന്നും രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ പാർലമെന്റിൽ പ്രസ്താവന നടത്തിയല്ലോ. ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. പച്ച അലർട്ട്, ഗ്രീൻ അലർട്ട് മാത്രമാണ് തന്നിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ശരിക്കും അവിടെ കയ്യേറ്റക്കാരാണ് ഇതിന്റെ പ്രശ്നത്തിന് കാരണം, പാറമടകളാണ്. ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് മറ്റു പാറമടകളൊന്നും ഇല്ല എന്നും പരിസ്ഥിതി മന്ത്രി നടത്തിയ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും വസ്തുതകളുമായി പുലബന്ധമില്ലാത്തതാണെന്നുള്ള വിഷയം നമ്മുടെ മുന്നിലുണ്ട്. ശാസ്ത്രജ്ഞന്മാരോട് കേരളത്തിനെതിരെ, കേരള ഗവൺമെന്റിനെതിരെ എഴുതണം എന്ന തരത്തിൽ ലേഖനം എഴുതണം എന്ന് പറഞ്ഞ് സമീപിച്ച വാർത്തയൊക്കെ പുറത്തു വന്നു. ഇത്തരത്തിൽ സംഘർഷം ഉണ്ടാക്കാവുന്ന, ഈ സമൂഹത്തിൽ വിഘടനവാദം ഉണ്ടാക്കാവുന്ന പല ഇടപെടൽ ഉണ്ടായിട്ടും ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് കൃത്യമായി വ്യക്തമാണ്. ആരും അതിന്റെ പുറകെ പോയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ കൃത്യമായി രക്ഷാപ്രവർത്തനമാണ്. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ ആളുകൾക്ക് സുരക്ഷയാണ്. അവരെ പിടിച്ചു നിർത്തുക, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അവരുടെ ജീവിതം പുനർനിർമ്മിക്കുക എന്നതാണ്. അതിന് സമയമെന്ന് ഇപ്പൊ 13 ദിവസമേ ആയിട്ടുള്ളൂ. പുനർനിർമ്മാണത്തിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ കേന്ദ്ര സംഘം 3 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. ഈ സംഭവവികാസങ്ങളെല്ലാം അവർ കൃത്യമായി ഒപ്പിയെടുക്കുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി വന്ന് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇപ്പൊ ഇതിൽ കൃത്യമായി എയർലി സെൻസറിംഗ് സംവിധാനം, അലാം സംവിധാനങ്ങൾ, ഉപഗ്രഹത്തിന്റെ സഹായത്തോടെയുള്ള കൃത്യമായിട്ടുള്ള കാലാവസ്ഥാ പ്രവചനം, ഇവയെല്ലാം ചെയ്യാൻ കഴിയുന്നത് കേന്ദ്ര ഗവൺമെന്റിനാ. ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, ദുരന്തമുണ്ടായാൽ പിന്നെയാണോ ഇത് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ബഹുമാനപ്പെട്ട BJP പ്രതിനിധിയോട് ചോദിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നനച്ചിരിക്കാത്ത തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ധാരാളമുണ്ട്. ഹിമാചൽ പ്രദേശ് മണ്ണിടിച്ചിൽ, ചിന്തിക്കുമ്പോൾ വയനാടിന്റെ ഇപ്പോഴത്തെ ഭൂഘടന കൂടി പഠിക്കണം എന്നൊരു അഭിപ്രായമല്ലേ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളൂ? അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള പഠനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട്. ആ നടക്കുമ്പോൾ തന്നെ ഏറ്റവും ഉത്തരവാദിത്വം ചെയ്യാൻ കഴിയുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ്. ആ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ഇവിടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള സ്ഥാപനങ്ങൾ, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അതുപോലെ ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, നാഷണൽ സിസ്മിക് സെന്റർ, ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ്, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ സബ് സെന്ററുകൾ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വേണമെന്നും ഇത്തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കേന്ദ്ര ഗവൺമെന്റ്, കൃത്യമായി കേന്ദ്രത്തിനല്ലേ ഇത്തരത്തിലുള്ള ഒരു പ്രകൃതി ദുരന്തങ്ങളെ സംബന്ധിച്ച സംസ്ഥാനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാനുള്ള, ചട്ടപ്രകാരം മുന്നറിയിപ്പ് നൽകാനുള്ള അധികാരം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠന വിധേയമാക്കേണ്ടതാണ് കേന്ദ്ര ഗവൺമെന്റ്. സംസ്ഥാനങ്ങൾക്ക് എല്ലാ പിന്തുണയും കൊടുക്കുകയാണ് വേണ്ടത്. ഒരു ദുരന്തമുണ്ടായി ആ ദുരന്ത മുഖത്ത് അത്തരം പിന്തുണയുണ്ടാകുമോ? തീർച്ചയായിട്ടും എല്ലാ കാലഘട്ടത്തിലും അത്തരത്തിലുള്ള പിന്തുണ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് 3 തവണ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഏതൊക്കെ ഘട്ടങ്ങളിലാണ് കൊടുത്തിട്ടുള്ളതെന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളതാണ്. മറ്റൊരു കാര്യം, ഇത്തരത്തിൽ ഏർലി സാമാന്യമല്ലാത്ത ഒരു വലിയ ദുരന്തം, ഇത്രയേറെ ആളുകൾ ഒന്നിച്ച് മരിക്കുന്ന ഒരു വലിയ ദുരന്തം, അതുമായി ബന്ധപ്പെട്ടൊരു മുന്നറിയിപ്പ് ഉണ്ടായിട്ട് അതിന്റെ മേലെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ആശങ്കാജനകമാണ്. അത് വളരെ ആർക്കും ക്ഷോഭ ഉണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ആ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ജോൺ ബ്രിട്ടാസിന്റെ ഒരു ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ആ പ്രസ്താവന നടത്തിയതെന്ന് പറഞ്ഞത്. ഈ പറയുന്ന ദുരന്ത സാഹചര്യത്തിൽ അവിടെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കേരളത്തെ സഹായിക്കുന്നില്ലെന്നുള്ള മട്ടിൽ ജോൺ ബ്രിട്ടാസ് പാർലമെന്റിൽ പ്രസ്താവന നടത്തിയപ്പോഴാണ് അതിന് മറുപടി ആയിട്ടാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി അത് പറഞ്ഞത്. ഇപ്പോഴും നോക്കൂ, ഇതിലെ യഥാർത്ഥ കാതലായിട്ടുള്ള വിഷയത്തിലേക്ക് പോകുമ്പോൾ കൊടുക്കാത്ത അലർട്ട് അല്ലല്ലോ, കൊടുത്തിട്ട് അലർട്ടല്ലേ. ഇത്തരത്തിലുള്ള വാണിംഗ്സ് ചെയ്യാൻ ശേഷിയുള്ള ലോകത്തിലെ ആകെ 4 രാജ്യങ്ങളിലെ ഒരു രാജ്യമാണ് ഇന്ത്യ. നമ്മൾ ആ രീതിയിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള അഡ്വാൻസ്മെന്റ് കൈവരിച്ചിട്ടുണ്ട്. നമ്മൾ ഒഡീഷയിൽ ഫ്ലഡ് ഉണ്ടാവുന്ന സമയത്ത് ഇത്തരത്തിൽ ഏർലി വാർണിംഗ് കൊടുത്തത് കൊണ്ട് വലിയൊരു ദുരന്തം നമുക്ക് ഒഡീഷയിൽ നൽകാൻ കഴിയില്ല എന്നല്ലേ GSI തന്നെ 2026 കൂടി അതിനുള്ള ടെക്നോളജി വികസിപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് പുറപ്പെടുവിക്കുന്നത് എന്നൊക്കെയാണ് വിദഗ്ധർ പറയുന്നത്. എന്തായാലും അതിലേക്ക് നമുക്ക് ഈ സമയം തീർന്നത് കൊണ്ട് ചർച്ച പോകാൻ കഴിയില്ല. ആദ്യഘട്ടത്തിലായിരുന്നെങ്കിൽ വിശദമായ ചർച്ച ആവശ്യമുള്ളൊരു കാര്യവുമായിരുന്നു അത്. പക്ഷേ ഇത്തരം പല കാര്യങ്ങൾ നമ്മൾ ഈ രക്ഷാപ്രവർത്തനത്തിന്റെയും തിരച്ചിലിന്റെയും സമയത്ത് ചർച്ച ചെയ്യപ്പെടാതെ പോയി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യവുമാണ്. വരും ദിവസങ്ങളിൽ കൃത്യമായ ചർച്ച അതിൽ ഉണ്ടാകണം എന്നുള്ളതും ആവശ്യമാണ്. വളരെയധികം നന്ദി. പാലസ് കേൾക്കും പ്രേക്ഷകർ.